ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ സാഹിത്യോത്സവം എന്നുള്ള നിലയിലാണ് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു വേദിയിലിരുന്നുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യയുടെ വികസനവും, റൂറൽ എക്കണോമി, ഇന്ത്യസ് ഡെവലപ്മെൻറ്റ് എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമാണ്. ദ സെയിം ടൈം ലെറ്റ് മീ സ്റ്റാർട്ട് ദിസ് ഓൺ എ നോട്ട് ഓഫ് കോഷൻ ആസ് വെൽ. വളരെ സമഗ്രമായിട്ടുള്ള, വളരെ ബ്രോഡായിട്ടുള്ളൊരു വിഷയമാണ് നമുക്കിന്ന് സംസാരിക്കാനായിട്ടുള്ളത്. റൂറൽ എക്കണോമി, ഇന്ത്യസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സങ്കീർണതകളുള്ള, ഒരുപാട് ലെയേഴ്സുള്ള, ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള, കമ്മ്യൂണിറ്റീസ്, ജെൻഡർ, കൾച്ചർ, ഇത്തരത്തിലൊക്കെയുള്ള ഇൻ്റർജങ്ഷനുള്ള ഒരു വിഷയം കൂടിയാണ്. ഒരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു അർബൻ എക്കണോമിയുടെ സ്വഭാവമോ അതിൻ്റെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറോ അല്ല സാധാരണ നിലയിൽ റൂറൽ എക്കോസിസ്റ്റത്തിന് ഉണ്ടാവുക. ഒരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ നോൺ ഫാം പ്രൊഡ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നോൺ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റം കൂടി റൺ ചെയ്യുന്നത് ഞങ്ങൾ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിലൊന്നാണ്. ഇപ്പം ഇതിൻ്റെ ഈ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഞങ്ങൾ വെക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്: ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക്സ്, ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ് ഓഫ് എ ഗ്രാസ് റൂട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രൂപം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവരുടെ ഇൻ്റഗ്രേഷനിൽ, നമ്മുടെ റിക്രൂട്ട്സിൻ്റെ ഇൻ്റഗ്രേഷനിൽ സാധാരണ രീതിയിൽ ഞാൻ പറയാനുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ പ്രോസസ്സ് റൺ ചെയ്യണമെങ്കിൽ, ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, ബാംബു ബേസ്ഡ് ആയിട്ടുള്ള എക്കോസിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയലും മാർക്കറ്റും ഓർഡേഴ്സും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ അവരുടെ ഇക്വേഷൻസും മാത്രം മനസ്സിലാക്കിയാൽ പോരാ. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇവരുടെയൊക്കെ വീട്ടിലുള്ള പശുവിൻ്റെയും ആടിൻ്റെയും അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നമ്മുടെ എക്സ്റ്റേണൽ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പറയാറുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുന്നതല്ല. അതായത് ഒരു അർബൻ എക്കണോമിയും റൂറൽ എക്കണോമിയും, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സും ഒരു റൂറൽ എക്കണോമിയുടെ ഡ്രൈവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പല എന്റർപ്രൈസസും ഫേസ് ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ എന്നുള്ള നിലയിലാണ് നമ്മളത് പറയുന്നത്. പറഞ്ഞു വരുന്നതിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ: ഒരുപാട് സബ്ടെക്സ്റ്റുകളുള്ള, ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു മേഖലയെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡോമിനന്റ് ആയിട്ടുള്ള, വളരെ റിലവന്റ് ആയിട്ടുള്ള ചില പെർസ്പെക്റ്റീവ്സ് പോലും മിസ് ചെയ്തപ്പെട്ട് പോയേക്കാം. ഈ ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമഗ്രമായിട്ടൊരു ഇൻട്രൊഡക്ഷനിലേക്ക് വന്നത്. ഹാവിംഗ് സെഡ് ദാറ്റ്, വിൽ ഗെറ്റ് ഇൻടു ദ ഡിസ്കഷൻ. നമ്മുടെ പാനൽ ശ്രീ രാജേഷ്, ശ്രീ ഗോവിന്ദൻ, രണ്ടുപേരും പ്രാക്ടീഷണേഴ്സ് ആണ്, ലീഡേഴ്സ് ആണ്. അതായത് ആശയങ്ങൾക്കും ചർച്ചകൾക്കും അപ്പുറത്തേക്ക് ഗ്രാസ് റൂട്ട്, ബോട്ടംസ് അപ്പ് മോഡൽ ബിൽഡ് ചെയ്ത് ഒരു റൂറൽ ഡെവലപ്മെന്റ് മോഡൽ കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്ന രണ്ടുപേരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ശ്രീ വി എം ജയദേവൻ IRS, അദ്ദേഹം ഇൻകം ടാക്സിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിന്റെ, റൂറലും അർബനുമായിട്ടുള്ള എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഏറ്റവും അടുത്തു നിന്നുള്ള കാഴ്ചയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ഗ്രാമീണ സ്ഥാപനങ്ങളുമായി ദീർഘകാലം അടുത്തു നിന്ന് ഇവയൊക്കെ കണ്ടതിന്റെ, അടുത്തു നിന്നും അകന്നു നിന്നും കണ്ടതിന്റെ പരിചയം അദ്ദേഹത്തിനുണ്ട്. അപ്പം ഡിസ്കഷനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ജെന്റിൽമെൻ ടു ദ സ്റ്റേജ്. രാജേഷ്, നിങ്ങൾ തുടങ്ങുന്നു. ടാപ്കോ, തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസേഴ്സ് കമ്പനി, കൃഷി റൂറൽ എക്കണോമിയുടെ അടയാളമായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ അടയാളപ്പെടുന്നത്. അതേസമയത്താണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഈസ് എ ഗാംബിൾ അഗെയിൻസ്റ്റ് മൺസൂൺ എന്നുള്ളത്. വയനാടിൻ്റെ കോണ്ടെക്സ്റ്റിൽ വീണ്ടും ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വലിയ വിഷയങ്ങളും സംവാദന വിഷയമായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഒരുപാട് അടരുകൾ അതിന് വേറെയുണ്ട്. എങ്ങനെയാണ് വയൽനാടായിരുന്ന വയനാടിൻ്റെ പാഡി കൾട്ടിവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്? അതിൻ്റെ അകത്തു നിന്നുള്ള ഒരു റൂറൽ ഡെവലപ്മെന്റ് ലെസൺസ് എന്താണ്? വളരെ പ്രസക്തമായ ചോദ്യം. പേരിൽ തന്നെ ഉണ്ട്, വയൽനാടാണ്, വയൽനാടായിരുന്നു, ഇനിയും വയൽനാടായി തന്നെ അത് നിലനിൽക്കുകയും വേണം. വയലുകൾ വെറും നെല്ലുൽപാദനത്തിനുള്ള ഒരു ലാൻഡ്സ്കേപ്പ് മാത്രമായിട്ട് ഒരു കാലത്തും അല്ലായിരുന്നു. ഇന്നത്തെ നമ്മുടെ സാമൂഹിക കെട്ടുറപ്പുകളും
സമൂഹവും തന്നെ വന്നത് ഇങ്ങനെയുള്ള സീരിയൽ പ്രൊഡക്ഷൻ്റെ കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 50-60 കൊല്ലത്തെ മാറി മാറി വന്ന കൃഷിയെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുകളും നമ്മുടെ പൊതുവെയുള്ള സമൂഹത്തിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും വളർച്ചയുടെ കാഴ്ചപ്പാടുകളുമെല്ലാം പതിയെ പതിയെ കൃഷി എന്ന ആക്ടിവിറ്റിയെ പുറകോട്ട് തള്ളുകയും അതിൽ സീരിയൽ പ്രൊഡക്ഷൻ, അതിൽ ധാന്യങ്ങളുടെ ഉൽപ്പാദനം എന്ന ആക്ടിവിറ്റിയെ വല്ലാതെ പിൻപോട്ട് തള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് 8 ലക്ഷം ഹെക്ടറോളം നെൽവയലുകളുണ്ടായിരുന്ന കേരളം, അല്ലെങ്കിൽ 40,000 ഹെക്ടറോളം നെൽവയലുണ്ടായിരുന്ന വയൽനാട് ഇന്ന് ചുരുങ്ങി 1,60,000 ഹെക്ടറാണ് കേരളത്തിൻ്റെ നെൽവയലിൻ്റെ കണക്ക്. വയനാടിൻ്റെ 6,700 6,800 ഹെക്ടറുള്ളതാണ് കൃഷി വകുപ്പ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് പോയ ഒരു അധ്യാപകരുടെ മീറ്റിങ്ങിൽ അവർ പറയുണ്ടായിരുന്നു, നെൽകൃഷി നന്മയുടെ വിളനിലമാണെന്ന്. ഇനിയിപ്പം കേരളത്തിൽ നന്മ കുറയുന്നത് കൊണ്ടാണോ എന്നറിയില്ല നെൽകൃഷി കുറയുന്നത്, പക്ഷേ നെൽകൃഷി കുറയുന്നുണ്ട്. അപ്പോൾ ആ നെൽകൃഷി കുറയുന്നത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ മാത്രമല്ല ബാധിക്കുന്നത്. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഇപ്പോൾ ഈ ഇരിക്കുന്ന 1,60,000 ഹെക്ടറിൽ നിന്നൊന്നും വരില്ല എന്നുള്ളത് ഇന്ന് ഏത് കുട്ടിക്കും അറിയാം. പക്ഷേ കേരളം എന്ന് പറഞ്ഞ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ, കേരളം എന്ന് പറഞ്ഞൊരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു നിലനിൽപ്പിന് ഈ വയലുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല ഫ്ലാഷ് ഫ്ലഡുകളും ഒരു കാലത്ത് ഈ വയലുകളായ ഫ്ലഡ് പ്ലെയിൻസ് ആയിരുന്നു കയ്യിലെടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല വരൾച്ചകളും പണ്ട് വയലുകളിൽ വെള്ളം പിടിച്ചു നിന്നിട്ടുണ്ട്. ഏതാണ്ട് 1 ഏക്കർ വയലിൽ 4 ലക്ഷം ലിറ്റർ വെള്ളം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള മെയിൻ വാട്ടർ കൺസർവേഷൻ ഏരിയാസ് ഒക്കെ ആയിരുന്നു. അപ്പം ഈ ഉള്ള പ്രവർത്തനങ്ങൾ, ഈ ഉള്ള എന്താ പറയുക, അതിൻ്റെ ഇക്കോസിസ്റ്റം സർവീസസ് നമ്മൾ പറയുമല്ലോ, ഇതുമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു അറിവോടുകൂടെ നെൽകൃഷിയെ കാണുകയും അതുകൊണ്ട് തന്നെ നെൽകൃഷി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് ലോകത്ത് പലയിടത്തും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങളിൽ പലരും നെൽകൃഷിയിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കും നെൽകൃഷി നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു സാമൂഹിക രാഷ്ട്രീയ മാനവുമുണ്ട്, വിത്തിനൊരു രാഷ്ട്രീയ മാനമുണ്ട്, വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യയുടെ പതാക, നാഷണൽ ഫ്ലാഗ് ഓഫ് ദ കൺട്രി ഉണ്ടാക്കുന്നത് BT പരുത്തി കൊണ്ടാണ്. BT കോട്ടൺ എന്ന് പറയുന്ന ജനിതക മാറ്റം വരുത്തിയ ഒരു വിളയാണ്. ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഇന്ത്യ കൃഷി ചെയ്യുന്നത്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ എടുത്തു കാട്ടിയ ഒരു ഉൽപ്പന്നമായിരുന്നു പരുത്തി. അതിൻ്റെ കൃഷിയും അതിൻ്റെ നൂലും ഒക്കെ ഒരു ഉപകരണമായി, രാഷ്ട്രീയ ഒരു ഉപകരണമായി, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഉപകരണമായി ഉപയോഗിച്ചിരുന്നതാണ്. ഇന്ന് മൊൺസാൻഡോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ പേറ്റൻസിയുള്ള കോട്ടനാണ് ഇന്ത്യയിൽ ഒട്ടാകെ കൃഷി ചെയ്യുന്നതും അതിൽ നിന്ന് വരുന്ന പരുത്തിയാണ് നമ്മുടെ ദേശീയ പതാക ഓരോ 15-നും 26-നും ഒക്കെ നമ്മൾ ഉയർത്തുന്നതും. രാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ അഭിമാനവും നമ്മുടെ സ്വാശ്രയത്വവും എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. അപ്പം വിത്തിന് മണ്ടയിൽ ആരുടെ അവകാശം എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമായിരുന്നു, പ്രത്യേകിച്ച് ഭക്ഷ്യവിളകൾ. ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് നാടൻ നെല്ല്, എന്തുകൊണ്ട് നെൽകൃഷി എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചത്. അത് വെറും 10 പേർ കൂടി അല്ലെങ്കിൽ 100 പേർ കൂടി ഒരു സംഘം രൂപീകരിച്ചു, ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു കോമേഴ്സ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ പുറകിലെ ആശയം. ഇതിൻ്റെ പുറകിലുള്ള ഈ പറയുന്ന പല ആശയങ്ങളും ഒത്തുചേർന്ന് വന്നാണ് എന്തുകൊണ്ട് നാടൻ നെൽകൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കുകയും, പ്രത്യേകിച്ച് നാടൻ നെല്ലിൻ്റെ അല്ലെങ്കിൽ ഏത് നാടൻ ഇനങ്ങളുടെ കേസിലും ഓരോ പ്രദേശത്തിനും ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഓരോ പ്രദേശത്തും കഴിഞ്ഞ 10,000 വർഷത്തോളം മനുഷ്യർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഓരോ പ്രദേശത്തിനും ചേർന്ന ഇനങ്ങൾ തലമുറകളായി നമ്മൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ്. ആ ഇനങ്ങളെല്ലാം ഒരു നാളിൽ പെട്ടെന്ന് മറക്കുകയും പിന്നെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളോ കൊണ്ടുവരുന്ന വിത്തുകളിലേക്ക് മാറുകയും ചെയ്യുന്നതിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഉള്ളതുപോലെ തന്നെ ഒരു വലിയ സസ്റ്റനൻസിൻ്റെ പ്രശ്നമുണ്ട്. ഈ വിത്തുകളൊന്നും നിലനിൽക്കില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ. അതുകൊണ്ട് തന്നെ നാടൻ നെൽ വിത്തുകളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹവും ശ്രമവും ഇന്ന് കേരളം ഒട്ടാകെ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു കാലത്ത് 1,15,000-ഓളം നെൽവിത്തിനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കയ്യിലെണ്ണാവുന്ന ഇനങ്ങൾ മാത്രമേ കർഷകർ കൃഷി ചെയ്യുന്നുള്ളൂ. കേരളത്തിൽ 3,000-ന് മേൽ നെൽ വിത്തിനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 30-ൽ താഴെ ഇനങ്ങളെ കർഷകർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇനങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നേരത്തെ പറഞ്ഞുള്ള എല്ലാ നിലനിൽപ്പുകളുടെയും ഒരു വലിയ ആവശ്യമാണെന്നും കർഷകന് വിത്തിനുമേൽ, സമൂഹത്തിന് വിത്തിനുമേൽ വീണ്ടും ഒരു അവകാശം കിട്ടാനുള്ള ഒരു ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ്
നാടൻ നെൽവിത്ത് എന്ന ആശയത്തിൻ്റെ പുറത്തേക്ക് എത്തുകയും നെൽകൃഷി നേരത്തെ പറഞ്ഞതുപോലെ വയൽനാടിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിട്ടാണ് നെൽകൃഷി നടക്കേണ്ടത്. അത് നടക്കുമ്പോഴത്തേക്കും ഞങ്ങളൊരു സംഘം എന്ന നിലയ്ക്ക് രൂപീകൃതമായപ്പോഴത്തേക്കും തീരുമാനിച്ച 3 കാര്യങ്ങളുണ്ട്. ഏതൊരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. രണ്ടാമത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം. മൂന്നാമത് ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനൊരു എക്കണോമിക് വയബിലിറ്റി ഉണ്ടോ എന്നുള്ളത്, ഇതിനൊരു സാമ്പത്തിക മുന്നോട്ട് പോക്കിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് ഗ്രാമീണ സോഷ്യൽ എൻ്റർപ്രൈസസുകൾ വളർന്നു വരേണ്ട ഒരു ആവശ്യമുണ്ട് കണ്ടുകൊണ്ടാണ് തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി രൂപീകൃതമായത്. കഴിഞ്ഞ 7 കൊല്ലമായി പ്രവർത്തിക്കുന്നുണ്ട്. 100ഓളം കർഷകർ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റോൾ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. കർഷകർ നെല്ലുകൾ സംരക്ഷണത്തിനായി കൃഷി ചെയ്യുന്നു, കൊമേഴ്സ്യൽ ആവശ്യത്തിനായി കൃഷി ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും അവർക്ക് വരുമാനം ഉറപ്പാക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് കമ്പനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മളിൽ പലരും പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, സ്വാമിനാഥൻ കമ്മിറ്റി പറയുന്ന C2+50 എന്നൊക്കെ പറയും, കർഷകൻ എന്ത് വില കിട്ടണം എന്നുള്ളൊരു ചോദ്യത്തിന് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരുന്നതാണ് C2+, കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ +50%. ആ വില ഇന്ന് കൊടുക്കുന്ന ഏക സ്ഥാപനമായിട്ട് ഞങ്ങളുടെ കർഷകരുടെ സംഘം മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതിജീവിക്കുന്ന രീതിയിലുള്ള കൃഷിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള പഠനങ്ങളും, ഇത് കാർഷിക ശാസ്ത്ര സമൂഹം കർഷകന് പറഞ്ഞു കൊടുക്കുന്ന കാലം മാറേണ്ടതായി. ഇന്ന് കർഷക സമൂഹത്തിൻ്റെ ഉണ്ടായിരുന്ന അറിവുകൾ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പ്രദേശത്തിന് വേണ്ട സൂക്ഷ്മ പ്രാദേശിക കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കർഷക വിജ്ഞാന കേന്ദ്രവും കമ്പനി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് വെറും ഒരു കൊമേഴ്സ്യൽ എൻ്റർപ്രൈസ് മാത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഒരു റിസർച്ച് എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് കൂടെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ വർഷം കേരളത്തിലെ ഏറ്റവും നല്ല കർഷക ഉൽപ്പാദക സംഘത്തിനുള്ളൊരു അവാർഡും സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് നൽകുകയുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ കാരണം, ഇങ്ങനെയുള്ള മോഡലുകൾ ഒന്നല്ല, പലതുണ്ട് ഇന്ന് ഇന്ത്യയിൽ. എനിക്ക് തോന്നുന്നു ഗ്രാമീണ വികസനത്തിനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ആശയങ്ങൾ മുൻനിർത്തി വരുന്ന സോഷ്യൽ എൻ്റർപ്രൈസുകൾക്ക്, നിങ്ങളുടെ ഉൾപ്പെടെയുള്ള സോഷ്യൽ എൻ്റർപ്രൈസുകൾക്ക്, അല്ലെങ്കിൽ മീഡിയ രംഗത്ത് കേരള വിഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നാറുണ്ട്. ആ ഒരു പ്രസക്തിയെ പറ്റി മാത്രം പറയാൻ വേണ്ടി പറഞ്ഞു. താങ്ക് യു. ശ്രീ ഗോവിന്ദൻ, നമ്മൾ സാധാരണ പ്രസ്ഥാനങ്ങളെ പറ്റിയും അതേപോലെ വ്യക്തികളെ പറ്റിയും പറയാറുണ്ട്. അവരുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ കൊളാബറേറ്റേഴ്സ്, അവരെ നോക്കിയാൽ അറിയാം ഒരു സ്ഥാപനത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്. അങ്ങയുടെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്, ഇഫ് ഐ കുഡ് കോൾ ഇറ്റ് സോ, കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ കൊളാബറേറ്റേഴ്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ റിലയൻസ് ജിയോ, എയർടെൽ, ഹോട്ട്സ്റ്റാർ, ഡിസ്നി, ഏഷ്യാനെറ്റ് തുടങ്ങിയ റൂബർട്ട് മർഡോക്ക് വരെയുള്ള നിര നീണ്ടു നിൽക്കും. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം നിങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്? ഞാൻ രാജേഷിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. റൂറൽ ഡെവലപ്മെന്റിന്റെ ഒരു മോഡൽ എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ലേണിംഗ്സ് ആണ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുക? ഡെവലപ്മെന്റ് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്നൊരു കാര്യമല്ല. റൂറൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഒരു ഘടകമാണ് രാജേഷ് സൂചിപ്പിച്ചത്. വ്യത്യസ്തമായ നിരവധി ഘടകങ്ങൾ ഇതിനെ എൻറിച്ച് ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പോളിസി, ഗവൺമെൻറ് റെഗുലേഷനുകൾ എപ്പോഴും ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റികളെ, കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുന്ന രീതിയിലാണ് എപ്പോഴും വരാറുള്ളത്. അതുപോലെ തന്നെ ടെക്നോളജികൾ വരുമ്പോഴും ടെക്നോളജികൾ എപ്പോഴും കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലാണ് വരിക. ഇപ്പം നമുക്ക് ഇന്ത്യയിലെ ഒരു ടെലികോം സെഗ്മെൻറ്റ് നോക്കിയാൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് വാനിഷായി പോയിട്ടുള്ളത് 14 ടെലികോം കമ്പനികളാണ്. ഇന്ന് ഇന്ത്യയിൽ ആകെ 4 ടെലികോം കമ്പനികളേ ഉള്ളൂ. ടെലികോം ആയിട്ടുള്ള 4 കമ്പനികളേ ഉള്ളൂ. ഈ കമ്പനികളിൽ ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BSNL ആണ്. ബാക്കി 3 കമ്പനികളാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വിദേശ മൂലധന കമ്പനികളും കോർപ്പറേറ്റ് വൽക്കരണവും നമ്മുടെ അറിയാനുള്ള അവകാശത്തെയും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിനെയും എങ്ങനെ അധിനിവേശിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഇതിൽ ഗവൺമെൻറ്റിന് വളരെ നിർണായകമായ പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആവശ്യമായ സമയത്ത് ആവശ്യമായ റെഗുലേഷനുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ കച്ചവടം നടന്നിട്ടുള്ളത്. ജിയോ ഡിസ്നിയുടെയും ബയാകോമിൻ്റെയും ഒക്കെ ഷെയറുകൾ വാങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ കമ്പനിയായി ജിയോ. ഏതാണ്ട് $8.5 ബില്യൺ ആണ് അതിൻ്റെ ബിസിനസ്. ഇത് പരാതി പറയാൻ വേണ്ടി നമ്മുടെ കുറേ ഇന്ത്യയിലെ കുറച്ച് മാധ്യമ കമ്പനികൾ PM-ൻ്റെ അടുത്ത് പോയി പരാതിപ്പെട്ടു. ഇത് വലിയ മോണോപോളിവൽക്കരണം നടക്കുകയാണ്, ഇന്ത്യയിൽ വലിയ മാധ്യമ കേന്ദ്രീകരണം നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം
നേരിട്ട് പറഞ്ഞത് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, ഈ കമ്പനികൾ ഒരാളുടെ പ്രൊഡക്റ്റ് ഒരാൾ വാങ്ങി ഒരു കമ്പനി ഒരാൾ പർച്ചേസ് ചെയ്യുന്നതിന് രാജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള അദ്ദേഹം ലളിതമായി ചോദിച്ചത്. ഇന്ത്യയിലെ പ്രസ് കമ്മീഷൻ വരുന്ന കുറച്ച് പിറകിൽ 54 ഇന്ത്യൻ പ്രസ് കൗൺസിൽ വരുന്ന സമയത്ത് പ്രസ് കൗൺസിൽ ഇറക്കിയിട്ടുള്ള പ്രസ് കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, ആ വെളിച്ചം കണ്ടിട്ടില്ല. അതിലിവർ പറയുന്ന കുറേയധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. എങ്ങനെ മീഡിയയെ നിയന്ത്രിക്കണം, എങ്ങനെ മാധ്യമങ്ങളുടെ അധികാരങ്ങൾ ലഘൂകരിക്കണം, അത് ബയസ്ഡ് ആവാതിരിക്കാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ അതിൽ പറഞ്ഞു. പക്ഷേ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാഷ്ട്രപിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമരംഗത്ത് നിന്ന് മാറിയ സാഹചര്യത്തിൽ എല്ലാ മാധ്യമങ്ങളുടെ ഉടമസ്ഥത വന്ന ഇന്ത്യയിലെ കുറച്ച് കോർപ്പറേറ്റുകളായതോടുകൂടി പ്രസ് കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണെന്നുള്ള കാര്യം പറയുമായിരുന്നു. കേരള വിഷൻ എന്ന ഫേം രൂപീകരിക്കുന്നത് ഇത്തരം ഒരു വളരെ വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. 90s കേരളത്തിൽ കേബിൾ TV സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. അന്ന് ടെക്നോളജി വളരെ വളരെ ഇമ്മച്ചുറായിരുന്നു, വളരെ പ്രാകൃതമായ ഒരു ടെക്നോളജി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് പറയാം. അന്നും കോമ്പറ്റേറ്ററുകൾ ഉണ്ട്, പ്രധാനമായിട്ടും BSNL ആയിരുന്നു ഒരു കോമ്പറ്റേറ്റർ എന്ന് പറയാം. BSNL ഈ മീഡിയ രംഗത്തൊന്നില്ല, ടെലികോം രംഗത്ത് മാത്രമേ ഉള്ളൂ. പിന്നീട് മറ്റു വളരെ അപൂർവമായ കുറച്ച് കമ്പനികളേ ഉള്ളൂ. പക്ഷേ ഈ 90കളുടെ അവസാനം എത്തുമ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ വലിയ റെഗുലേഷൻ വന്നു, ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടുള്ള കമ്പൽഷൻ ഉണ്ടായി, കുറേ മോഡലുകൾ വേൾഡ് ലെവലിൽ വന്നപ്പോൾ ഈ സ്ഥാപനങ്ങൾ പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. ഇവയൊക്കെ ഫോറിൻ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് വലിയ വലിയ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഫോമുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും പ്രൈസ് കുത്തനെ ഉയരുകയാണ്, കൺസ്യൂമർ പ്രൈസ് ഉയരുകയാണ്, അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണ്, കണ്ടന്റ് കുറേ കൂടി റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ കേബിൾ TV സെഗ്മെൻറ്റിലുള്ള ആളുകളുടെ മുഴുവനും നിലനിൽപ്പ് അപകടത്തിലാവുന്ന, അവർ വാനിഷ് ആയി പോകുന്ന ഒരു സ്ഥിതി വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ അധിനിവേശത്തെ അതിജീവിക്കാനുള്ള ട്രെൻഡ് ഉണ്ടാകുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം കേരളത്തിൽ സംഘടനകൾക്കൊന്നും ദാരിദ്ര്യമില്ല, എവിടെ നോക്കിയാലും സംഘടനകളാണ്. അത്ര ഒരു സംഘടനയാണ് ആദ്യം ഉണ്ടായത്. സംഘടനകൾക്ക് സമരം ചെയ്യാൻ അറിയാം, മുദ്രാവാക്യം വിളിക്കാൻ അറിയാം, ധർണ നടത്താൻ അറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് സംഘടനകൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏത് ഇത്തരത്തിലുള്ള ഇൻവേഷനെതിരെയും ഇതുപോലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവും, പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്തേക്ക് ബദലുകൾ ഉണ്ടാക്കാൻ മെനക്കെടാറില്ല. നമ്മൾ കണ്ടത് ഒരേ സമയം രണ്ട് എലമെൻറ്റിൽ രണ്ട് പക്ഷത്തും പ്രവർത്തിക്കുകയായിരുന്നു. ഈ തരത്തിലുള്ള അജിറ്റേഷൻസ് ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ബദൽ എങ്ങനെ ഉണ്ടാക്കാം, ബദൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെങ്ങനെ റെസിസ്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് കേരള വിഷൻ എന്ന പ്ലാറ്റ്ഫോം 2000-ന് ശേഷം ആരംഭിക്കുന്നത്. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ 2001 അവസാനത്തിൽ വയനാട്ടിലാണ് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു കൺസോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്, ഡിസ്ട്രിക്ട് ലെവൽ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ എത്രയോ റിച്ച് ആയിട്ടുള്ള, വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള, വളരെയധികം സാധ്യതകളുള്ള, വളരെ അനുകൂലമായ എൻവയോൺമെൻറ്റുള്ള സ്ഥലങ്ങളുണ്ടായിട്ട് പോലും വയനാട് പോലെ വളരെ റൂറലായിട്ടുള്ള, വളരെ സ്കേറ്റേഡ് ആയിട്ടുള്ള, വളരെ പ്രതികൂല ഘടകങ്ങളുള്ള ഒരു പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു കൺസോൾട്ടഡ് ആയിട്ടുള്ള ഫോം ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടായത് ഈ പ്രതിരോധിക്കാൻ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അത് വലിയൊരു സാമ്പിളായിരുന്നു ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടാക്കിയത്. അന്ന് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള 1550 നാനോമീറ്റർ ടെക്നോളജിയൊക്കെ വയനാട്ടിലാണ് ആദ്യം ഇന്ത്യയിൽ ഫസ്റ്റ് ട്രയലാണ്. ഒരു നാനാക് സിംഗ് കണ്ടുപിടിച്ചൊരു സാധനം ഒരു ട്രയൽ നടത്തുകയായിരുന്നു. ഇന്നിപ്പോൾ അതാണ് സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റ് ജില്ലകളിലേക്ക് ഇത് വ്യാപിച്ചു. മറ്റ് പല ജില്ലകളിലും ചെറിയ ചെറിയ കൺസോർട്ടേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടായി. 2007 ആകുമ്പോഴേക്കും കേരള വിഷൻ എന്ന ബ്രാൻഡ് ഉണ്ടാക്കി. ആ ബ്രാൻഡിൻ്റെ പേരിൽ അതിന് മുമ്പ് ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഏറ്റവും പ്രധാനമായിട്ടും ഇത്തരം കമ്പനികൾ ഉപയോഗിക്കുന്നത് ബ്രാൻഡാണ്. കേരള വിഷൻ ആദ്യം തന്നെ 2002-2004 ആകുമ്പോഴേക്കും ഈ പ്രാദേശിക ചാനലുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഹാർഡ്വെയറുകളും കണ്ടന്റ് നൽകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അത് കേരള വിഷൻ എന്നുള്ള പേര് കൊടുത്തു. വളരെ അഗ്രസീവായിട്ട് ട്രെയിനിങ് കേരളത്തിൽ നടത്തി. അന്ന് കേരള വിഷൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ മുഴുവൻ. ഒരു ട്രെയിനിങ് സെൻ്ററാണ് കേരളത്തിലെ ലോക്കൽ മാധ്യമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2007 കേരള വിഷൻ എന്ന കമ്പനി രൂപീകരിക്കുന്നത്. 2008 അത് അതിൻ്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു തൃശ്ശൂരിൽ. എറണാകുളത്ത് അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നു. 2009 കേന്ദ്ര ഗവൺമെൻറ് ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിജിറ്റലൈസേഷൻ ആദ്യത്തെ അനൗൺസ്മെൻറ്റ് 2009 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടായി. TDSAT എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റ് പദവിയുള്ള ഒരു സ്ഥാപനത്തെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
എന്തായാലും 2009 കൂടി ഡിജിറ്റലൈസേഷൻ ആദ്യഘട്ടം പ്രഖ്യാപിച്ചു, പിന്നെ പിൻവലിച്ചു. കാരണം അതിനൊരുപാട് അപാകത ഉണ്ടായിരുന്നു. 2010 വീണ്ടും പുതിയ ഡിജിറ്റലൈസേഷൻ പദ്ധതി ആരംഭിച്ചു. 2012 ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്നത് കേരള വിഷനാണ്. 2003 ഡിസംബർ ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ടൈം ലൈൻ നിശ്ചയിച്ചത്. അതിന് മുമ്പ് 1 വർഷം മുമ്പ് തന്നെ കേരള വിഷൻ പൂർത്തീകരിക്കാൻ സാധിച്ചു. ഞാൻ ഇടപെടുന്നതിൽ ഒന്ന് ക്ഷമിക്കണം. നമുക്ക് 2024 എത്തുമ്പോൾ നമ്മൾ ഏത് നിലയിലാണ് ഇതിനെ നോക്കിക്കാണുക? 2024 എത്തുമ്പോൾ ഇന്ന് കേരള വിഷന് 30 ലക്ഷം കൺസ്യൂമേഴ്സ് ഉണ്ട്. 30 ലക്ഷം കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമേ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുള്ളൂ. ഇന്ത്യയിലെ ആകെയുള്ള പ്ലാറ്റ്ഫോമിൽ ഉള്ള 4 കമ്പനികൾ മാത്രമേ ഇതിന് മുന്നിലുള്ളൂ. ടോപ്പ് 5 കേരള വിഷൻ ഇപ്പോൾ ഉള്ളത്. മുമ്പിലുള്ളത് ഹാത്വേ, ഡെൻ പോലുള്ള, GTPL പോലുള്ള വളരെ വലിയ കമ്പനികളാണ്. അത് കഴിഞ്ഞാൽ കേരള വിഷനാണുള്ളത്. കേരള വിഷന് തൊട്ട് മുമ്പിലുള്ളത് തമിഴ്നാട്ടിലെ സമാന രീതിയിലുള്ള, ഇതേ സമാനം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥ സമാനമല്ല, മറ്റൊരു കമ്പനിയാണ് TCCL ആണ്. അവരും കേരള വിഷൻ തമ്മിൽ ചെറിയൊരു മാർജിൻ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ ഈ അടുത്ത ഡിക്ലറേഷൻ ഒരു പക്ഷേ കേരള വിഷൻ 4th പൊസിഷനിൽ വരാൻ സാധ്യതയുണ്ട്. അതാണ് കേരള വിഷന്റെ കേബിൾ TV സെഗ്മെന്റിലുള്ള ഗ്രോത്തിന്റെ ഒരു സ്വഭാവം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരള വിഷന്റെ ഈ ഗ്രോത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേബിൾ TV ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ കേരളത്തിലുള്ള ആളുകൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ ടോപ്പ് കൺസ്യൂമർ ബേസ് 127 മില്യൺ ആയിരുന്നു. 127 മില്യൺ കൺസ്യൂമർ ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിലുള്ളത് 77 മില്യൺ കൺസ്യൂമേഴ്സ് മാത്രമേ ഉള്ളൂ. അത്രയും വലിയ ഡീഗ്രഡേഷൻ നടന്നു. 50 മില്യൺ കൺസ്യൂമേഴ്സ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കേരള വിഷൻ ആരംഭിച്ച ശേഷം ഇന്ന് വരെയും ആ ഗ്രോത്ത് തുടരുകയാണ്. കഴിഞ്ഞ വർഷവും 1.5 ലക്ഷം കണക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. 2.5 ലാക്സ് കണക്ഷൻ കൊടുത്തു. 1.5 ലക്ഷത്തിന്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് കേബിൾ TV സെഗ്മെന്റ് മാത്രം പറയുകയാണെങ്കിൽ. താങ്ക് യു. ജേട്ടാ, അങ്ങേക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രിസത്തിലൂടെയാണ് എക്കണോമിക് ആക്ടിവിറ്റി കാണാനുള്ള ഒരു ലെൻസും, ഇൻകം ടാക്സിന്റെ പ്രിസത്തിലൂടെ, ഇൻകം ടാക്സിന്റെ ഡാറ്റയിലൂടെ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു കാഴ്ച നമ്പേഴ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങേക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത്, ആദ്യ കാലഘട്ടത്തിൽ 87-90 കാലഘട്ടത്തിലൊക്കെ അങ്ങ് വയനാട്ടിലുണ്ടായിരുന്നു. ഇതേപോലെയുള്ള പ്രാദേശിക കൂട്ടായ്മകളുടെ ഭാഗമായി പ്രവർത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ നിങ്ങളെ പേടിച്ച് ഡൽഹിക്ക് പറഞ്ഞയച്ചതാണെന്നും അതിനുശേഷവും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രാദേശിക കൂട്ടായ്മകളുടെ, രാജേഷ് പറഞ്ഞ പോലെ സോഷ്യൽ എന്റർപ്രൈസുകളുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായും അടുത്തു നിന്നും ഇവയെ കാണുകയും ചെയ്ത ഒരു പരിചയം കൂടിയുണ്ട്. ഈ ആംഗിളിൽ നിന്നുകൊണ്ട് ഈ ഏകദേശം 10-25 വർഷത്തെ ഈ ഒരു എവല്യൂഷനും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് പോലെയുള്ള ഒരു മേഖലയുടെ വീക്ഷണവും വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു റൂറൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ റൂറൽ എക്കണോമിയുടെ എവല്യൂഷനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? എനിക്ക് മുമ്പേ പറയാനുള്ള ഈ ഒരു സബ്ജക്റ്റ് ഞാൻ വിനോദ് എൻ്റെ ഇനീഷ്യലി ഇതിൽ ഓർഗനൈസിങ്ങിൽ ചെറിയ തോതിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഒന്ന് കേരള എക്കണോമി, ഇന്നലത്തെ ഡിസ്കഷൻ അതുണ്ടായിരുന്നു. അപ്പോൾ റൂറൽ എക്കണോമി ആണ് അടുത്ത സബ്ജക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇന്ന് വളരെ മെയിനായിട്ട് ഒന്നും ഗോവിന്ദ് സാറും രാജേഷും ഉണ്ട്. പക്ഷേ ഒരാൾ മിസ്സിംഗ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, നമുക്കൊരു മോഡലായിട്ട് വെക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റീൻ്റെ ടോണി അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് മാനും കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇൻകം ടാക്സ് ആംഗിളിൽ ഞാൻ എപ്പോഴും നോക്കുക, ഇൻകം ടാക്സ് കളക്ഷൻ എന്നുള്ളത് ഒരു ഡെവലപ്പിംഗ് കൺട്രി ഇൻഡിക്കേഷനാണ്. ഇൻകം ടാക്സ് കളക്ഷൻ, ഇൻകം ടാക്സ് റേറ്റ് കുറക്കുക എന്നുള്ളതും ഇൻകം ടാക്സ് കളക്ഷൻ കൂടുക എന്നുള്ളതും. കാരണം നമ്മൾക്ക് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എക്കണോമിയുടെ മോർ ദാൻ 50% കളക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് മെല്ലെ നമ്മൾ എക്കണോമി ഡെവലപ്പിംഗ് ആണ്, ഡെവലപ്ഡ് എക്കണോമി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ തുടങ്ങും. അതുവരെ അത് ഡെവലപ്പിംഗ് എക്കണോമിയാണ്. പൂർ എക്കണോമിയിലാണ് ഏറ്റവും ഇൻകം ടാക്സ് റേറ്റ് ഉണ്ടാവുക. ഏറ്റവും ഇന്ത്യയിൽ 90% ടാക്സ് കൊടുക്കുന്ന ഒരു അവസ്ഥയുള്ള എക്കണോമി ഉണ്ടായിരുന്നു പണ്ട് 1960s 90%. പിന്നെ അത് മെല്ലെ കുറഞ്ഞ് ഇപ്പോൾ അത് ആവറേജ് 25%, കമ്പനീസ് 25% ടാക്സേഷൻ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. നമ്മൾ ഡെവലപ്പിംഗ് ആണ്, നമ്മൾ ഡെവലപ്ഡ് ആവുമെന്ന് പറയാനായിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ റൂറൽ എക്കണോമിയുടെ കൺസെപ്റ്റ് പണ്ട് ഗാന്ധിയൻ സമയത്ത് വന്ന ഇതാണ്. ഖാദി, ഇപ്പോഴും ഖാദി ബോർഡൊക്കെ നെയിം സേക്കിന് നടന്നു പോകുന്നുണ്ട്. ഞാൻ 87 മുതൽ പിന്നെ രണ്ടാമത് ഗാന്ധി വിട്ട് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഗാന്ധിയൻ മോഡലൊക്കെ വിട്ടിട്ട് കോർപ്പറേറ്റ് മോഡലിലേക്ക് തിരിഞ്ഞ് ഏത് രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. കോൺഗ്രസ് ആണെങ്കിലും
ഇടതുപക്ഷമായി കഴിഞ്ഞാലും ഇതൊക്കെയായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഒരു 80s ശേഷം എൻവയറമെൻ്റൽ മൂവ്മെൻറ്റ്സ്, പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് മോഡൽസ്, ഇതൊക്കെ ഡിസ്കഷൻ ജോൺസി മാഷ പോലെയും പ്രസാദ് മാഷ പോലെയും സലൻ മാലി മൂവ്മെൻറ്റ്, ഇത് ഈ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നൊരു, പണ്ട് വെസ്റ്റേൺ ഘട്ടന സംരക്ഷിക്കപ്പെടണം, മരം മുറിക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. മരം മുറിക്കപ്പെടാണെന്നും അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന സാധനമാണെന്നുള്ള ബോധമൊന്നും, മരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട സാധനമാണെന്നുള്ള എൻവയൺമെൻറ്റ് ആക്ടിവിറ്റീസ് 80s കേരളത്തിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് വീണ്ടും രാജേഷിനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു തിങ്കിങ് ലെവലിൽ മൂവ്മെൻറ്റ്സ് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഞാൻ ഇൻകം ടാക്സ് ആംഗിളിൽ ആലോചിക്കുമ്പോൾ നമ്മളൊരു റൂറൽ എക്കണോമി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ബേസ് അവസാനം നമുക്ക് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനുള്ള മാർഗം നമ്മളെ വീട്ടിലേക്ക് എത്തുക. ബാക്കി ആർക്കും അത് മനസ്സിലാവും. സാധാരണക്കാരന് വേറൊരു ആവശ്യമില്ല, അവർക്ക് അന്നത്തേക്ക് വേണ്ട ചിലവിൻ്റെ കാശ് കിട്ടുക, അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള കാശ് കിട്ടുക, അവർക്കൊരു സ്വന്തമായിട്ട് കിടപ്പാടുണ്ടാക്കാനുള്ള എക്കണോമിക് പൊസിഷൻ അവർക്കുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ ഞാൻ കണ്ടത് പണ്ട് വിഷൻസ് കുറേ ഉണ്ടായിരുന്നു, റൂറൽ എക്കണോമിനെ പറ്റിയുള്ള കൺസെപ്റ്റും ഡിസ്കഷൻസും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻഡിവിജ്വലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോഡൽസ് എത്ര ഉണ്ടെന്നതിൽ എനിക്ക് വലിയൊരു സംശയമുണ്ട്. കാരണം ഒരാളിനെ പറ്റി പറഞ്ഞോ സാറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ബേസിക്കലി നമ്മളൊന്നിച്ച് നിൽക്കുന്ന റൂറൽ പീപ്പിളിൻ്റെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ, സോഷ്യൽ എൻ്റർപ്രൈസസ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ല നമ്മുടെ ആശയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണോ? കാരണം ബേസിക്കലി റൂറൽ എക്കണോമിക്കും സോഷ്യൽ എൻ്റർപ്രൈസിങ്ങിൽ എനിക്ക് തോന്നുന്നു റൂറൽ എക്കണോമിക്ക് വേറെ വശങ്ങളുണ്ടാകും. പക്ഷെ നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു സോഷ്യൽ എൻ്റർപ്രൈസുമായിട്ട് റിലേറ്റഡ് ആയാലും റൂറൽ എക്കണോമിക് മോഡൽസിനാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, അപ്പം ടോണി ആയാലും ടോണിക്കത് പറയാം. കാരണം വെച്ചാൽ ടോണി ഉറവ് എന്നുള്ളൊരു, കാരണം സാധാരണ റൂറൽ എക്കണോമി ആഗ്രോ ബേസ്ഡ് സാധനമാണ്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്, പിന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ബേസ്ഡ് ആണ്. ഇതാണ് സാധാരണ റൂറൽ എക്കണോമിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി മോഡലിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഈ കോൺട്രാക്ട് വർക്കും ഇപ്പം ഒക്കെ ഉള്ളത് ഇത് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഓർഗനൈസ് സെക്ടറായിട്ട് വന്നിരിക്കുന്ന മോഡൽസ് ഇപ്പോഴാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒറ്റ സംശയമുള്ളൂ, ഇപ്പം ഉറവായി കഴിഞ്ഞാലും തിരുനെല്ലി ആഗ്രോ പ്രൊഡ്യൂസ് ഇതായാലും നമ്മളൊന്നിച്ച് നിൽക്കുന്ന നമ്മുടെ ഒരു പിന്നെ ഈ 10-20 കൊല്ലമായിട്ട് ഈ ടൈപ്പ് മൂവ്മെൻറ്റ്സിൻ്റെയും സോഷ്യൽ എൻ്റർപ്രൈസിനും ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് പോകാനും അവരുടെ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനുള്ള അവസ്ഥ നമ്മുടെ റൂറൽ എക്കണോമിക് മൂവ്മെൻറ്റ്സിൽ ഉണ്ടായിട്ടുണ്ടോ എന്നല്ല എൻ്റെ ഒരു സംശയം. കാരണം ഞാൻ നോക്കും ഇപ്പം വയനാടെന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കേരളത്തിലെ ഒരു ഏറ്റവും അധികം റൂറൽ എക്കണോമിക് മോഡൽ പറ്റിയൊരു അവസ്ഥയുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട്. അവിടുത്തെ ടോട്ടൽ ഇവിടെയുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററാണ് GST, ടാക്സ് കളക്ഷൻ. അവിടെ GST കളക്ഷൻ വരുന്നത് 38,673 കോടിയാണ് കേരളത്തിലെ GST കളക്ഷൻ. അതിൽ വയനാടിൻ്റെ കോൺട്രിബ്യൂഷൻ 120 കോടിയാണ്, 120 crores. യു ക്യാൻ കമ്പയർ. അതേപോലെ ഇൻകം ടാക്സ് കളക്ഷനിൽ വയനാടിൻ്റെ കളക്ഷൻ 15 കോടിയാണ്, 24,000 സംതിങ് കോടിയാണ് കേരളത്തിലെ കളക്ഷൻ. ഇന്ത്യയിലെ കളക്ഷൻ 22 lakhs crores ഉണ്ട്. അതിൽ നിന്ന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 15 കോടിയാണ് ഇൻകം ടാക്സ് കളക്ഷൻ വരുന്നത്. അപ്പോൾ എക്കണോമിക്കലി നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഉറവ് എന്നുള്ളതിൽ ടോണി ഉറവിൽ 2017 മുമ്പേ, കാരണം ഞാൻ ഉറവായിട്ട് 92 മുതൽ അസോസിയേറ്റഡാണ്. എനിക്ക് തോന്നുന്ന പല മോഡൽസും റൂറൽ എക്കണോമിക് സോഷ്യൽ എൻ്റർപ്രൈസ് മോഡൽസും ഈവനിങ് ശനിയാഴ്ച ആകുമ്പോഴേക്ക് കാശ് കടം വാങ്ങേണ്ട അവസ്ഥ, ഒന്നിച്ചുള്ള എംപ്ലോയീസിന് പിന്നെ സ്വർണം കടം വെക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ചാരിറ്റിക്ക് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥ. ഈ ഒരു അവസ്ഥയാണോ ഇപ്പോഴും റൂറൽ എക്കണോമിയിലുള്ള സോഷ്യൽ എൻ്റർപ്രൈസ് മോഡൽ ഉള്ളതെന്നുള്ള സംശയം എനിക്ക് കാര്യമായിട്ടുണ്ട്. എത്ര മോഡൽസ് നമ്മൾ പലതും പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ എൻ്റർപ്രൈസിൻ്റെ റൂറൽ എക്കണോമി സെക്ടറിലുള്ള മോഡൽസ് എത്രത്തോളം സസ്റ്റൈനബിളായി എക്കണോമിക്കലി ഫൈനാൻഷ്യലി വയബിളായി എന്നുള്ളത് കാരണം എന്നുള്ളൊരു സംശയമാണ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ഒരു ഇൻകം ടാക്സ് ആംഗിളിൽ സ്വാഭാവികമായിട്ട് ഡെവലപ്പിംഗ് അല്ല പിന്നെ കാശ് എക്കണോമി ഡെവലപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ കാശുണ്ടാവുക, നമ്മുടെ GDP കൂടുക, ഇൻകം ഒരു ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം കൂടുക, അത് കൂട്ടാനുള്ള ഒരു അവസരം. കാരണം ഇപ്പോഴ് പല സംഭവങ്ങളിലും ഇപ്പം ഗവൺമെൻറ് സെക്ടറിൽ റൂറൽ എക്കണോമിക് മോഡലുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി പോലെ
ഡെയിലി വേജസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡെയിലി ഒരു മിനിമം വേജസും കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്ന മോഡൽസ് ഗവൺമെൻറ്റിനെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് സെക്ടറില്ലാത്ത എക്കണോമിക് മോഡൽസ് എത്രത്തോളം ഫൈനാൻഷ്യലി സസ്റ്റൈനബിളാണ്, എക്കണോമിക്കലി ഫൈനാൻഷ്യൽ ബേസിൽ സസ്റ്റൈനബിളാണ് സംശയം എനിക്കുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൽ എന്തുകൊണ്ടാണ് റൂറൽ എൻ്റർപ്രൈസ് അല്ല സോഷ്യൽ എൻ്റർപ്രൈസസ് വിജയിക്കപ്പെടാത്തതിന് 3-4 റീസൺ എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാം. താങ്ക് യു. തീർച്ചയായിട്ടും ജേട്ടൻ ഈ വിഷയത്തിൻ്റെ ഒരു സോഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ അല്ലെങ്കിൽ റൂറൽ എക്കണോമിയുടെ ഒരു ഫ്രെയിം വർക്കിനപ്പുറത്തേക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് എക്കോസിസ്റ്റങ്ങളെ ടച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗ്രാമീണ മേഖലകളെ ഒരു ഏത് തരത്തിലാണ് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഡയറക്ഷനിലേക്കാണ് ചർച്ചയുടെ ഗതി മാറ്റിയിട്ടുള്ളത്. ആ നിലയിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വയനാടിൻ്റെ 2-3 ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, ഇപ്പം ഇൻകം ടാക്സ് ഇൻഡിക്കേറ്റേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു ഇൻഡിക്കേറ്ററാണ് ഈ റൂറൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. വളരെ ഹോട്ട് ടോപ്പിക്കാണ്. കേരളത്തിലെ മുഴുവൻ മൈഗ്രേഷൻ, എക്സ്റ്റേണൽ ബൗണ്ട് മൈഗ്രേഷൻ വളരെ ഹോട്ട് ടോപ്പിക്കാണ്. ഈ റൂറൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം വയനാട് ജില്ലയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് അറിയാൻ സാധിച്ചത് ഏകദേശം 300 കോടി രൂപയോളം ബാങ്ക് ലോണായിട്ട്, എഡ്യൂക്കേഷൻ ലോണായിട്ട് വയനാട് ജില്ല ഒരു ആസ്പിറേഷണൽ എക്കണോമിയാണ്. 250 ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റുകളിൽ ഒന്നാണ് ഇന്ത്യയിലെ 250 ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റുകളിൽ ഒന്നാണ് വയനാട്. ഒരു റൂറൽ അഗ്രികൾച്ചർ എക്കണോമിയാണ്. 300 കോടി രൂപയോടെ അടുത്തുള്ള ഒരു എഡ്യൂക്കേഷണൽ ലോണിൻ്റെ ഔട്ട്ഫ്ലോ വയനാട് ജില്ലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂരിനെയോ കൊച്ചിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് വയനാടിൻ്റെ എക്കണോമിയെ പറ്റി സംസാരിക്കാൻ പോലും നമുക്ക് ലിമിറ്റേഷനുണ്ട്. 2 തരത്തിൽ ഈ മൈഗ്രേഷൻ സംഭവിക്കുന്നു. ഒന്ന്, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കഴിവുകൾ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എൻ്റർപ്രൈസസും എക്കോസിസ്റ്റവും കൂടി ഇല്ല. 2, അടിസ്ഥാനമായിട്ടുള്ള നിലനിൽപ്പ്, ഒരു കപ്പാസിറ്റി കൊണ്ട് പോകുന്നതും നിലനിൽപ്പിൻ്റെ പ്രശ്നം കൊണ്ട് പോകുന്നതും 2 തരത്തിലുള്ള മൈഗ്രേഷൻ കൂടിയുണ്ട്. ഇതിനെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിന് ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. കേരളത്തിന് ഒരു റൂറൽ എക്കണോമി ഫ്രെയിം വർക്ക് ഉണ്ട്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ മോഡലുള്ള ശക്തമായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു അസോസിയേഷൻ മോഡലുണ്ട്. ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾ നേതൃത്വത്തിൽ നടക്കുന്ന അത്തരത്തിലുള്ള മോഡലുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ LSGD ഫ്രെയിം വർക്കിൽ ജനകീയ ആസൂത്രണത്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുടുംബശ്രീ അടക്കമുള്ള മോഡലുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശേഷവും വയനാട് പോലെയുള്ള റൂറൽ എക്കണോമിയുടെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ ഈ വിഷയത്തിനെ എത്രത്തോളം സീരിയസ് ആയി ഉൾക്കൊള്ളേണ്ടതുണ്ട്, ഇതിന് പരിഹാരം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമല്ല. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഞാൻ ആ മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് മൈഗ്രേഷന് പല റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ 3rd ജനറേഷൻ മൈഗ്രേഷനാണ് നടക്കുന്നതെന്നാണ് കേരളത്തിൽ പറയപ്പെടുന്നത്, മൈഗ്രേഷൻ പഠനങ്ങൾ പറയപ്പെടുന്നു. അപ്പം 1st ജനറേഷൻ പോലെ നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടിൽ ഒരു പണിയും കിട്ടാണ്ട് അതുകൊണ്ട് വിദേശത്തേക്ക് പോകേണ്ടി വരുന്ന, അല്ലെ പത്തേമാരി കയറി നീന്തി അറബിക്കടൽ നീന്തി കിടന്ന് ഗൾഫ് മേഖലയിലെ ഏതെങ്കിലും മണലാരണ്യത്തിലെത്തുന്ന മൈഗ്രേഷൻ അല്ല ഇന്നുള്ളത്. ഇന്നത്തെ മൈഗ്രേഷൻ 3rd ജനറേഷൻ മൈഗ്രേഷനാണ്. അതിന് വേറെ റീസൺസും മാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മൈഗ്രേഷൻ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ജയദേവൻ സാർ പറഞ്ഞ ഒരു പോയിന്റിൻ്റെ കൂട്ടിച്ചേർക്കലായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. സമ്പത്തെന്ന് പറഞ്ഞ ആശയം മോണിറ്ററി ടേംസിൽ മാത്രം കണ്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ സമ്പത്ത് എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നും എവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നും എവിടെ നിന്നാണ് അതുകൊണ്ട് രാജ്യത്തിന് വരുമാനം വരുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. വയനാടെന്ന് പറഞ്ഞ പ്രദേശം ഇന്ന് സൗത്ത് ഇന്ത്യയുടെ തന്നെ ജലകുംഭമാണ്. 9 നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. ഞാൻ ഈ പരിസ്ഥിതിയിൽ ഇതൊക്കെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിക്ക് വിലയില്ല. നമ്മൾ ഈ പറയുന്ന വെള്ളത്തിന് ഇതിനൊന്നും വിലയില്ല. ഇപ്പം ഇതിനൊന്നും ഒരു മാനമില്ല. സോഫ്റ്റ്വെയർ ടെക്നോളജീസ് കൊണ്ട് സമ്പന്നമാകുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടെക്നോളജീസ് കൊണ്ട് സമ്പന്നമാകുന്ന ബാംഗ്ലൂർ പോലൊരു നഗരത്തിന് വെള്ളം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് വെള്ളം പോകണം. പക്ഷേ അതിന് വിലയില്ല. അപ്പം ഇവിടെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു കാര്യങ്ങൾക്കും, അത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, നമ്മുടെ വനങ്ങളായിക്കോട്ടെ, നമ്മുടെ കൃഷിയിടങ്ങളായിക്കോട്ടെ, നമ്മുടെ കോഫി പ്ലാന്റേഷൻസ്, 67,000 ഹെക്ടർ കോഫി പ്ലാന്റേഷൻ വയനാട്ടിലുണ്ട്. ഈ 67,000 ഹെക്ടർ എന്ന് പറയുന്നത് വെറും കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളല്ല. ഇവിടുത്തെ ജലസംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് കൂടെയാണ്. അപ്പം അതിനൊന്നും ഒരു വിലയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റിയിലാണ് ജീവിക്കുന്നത്. നഗരങ്ങൾ, ഗ്രാമം സ്വപ്നം കാണുന്നത് ഞാനെന്ന് നഗരമാകുന്നു എന്നുള്ളതിലാണ്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ എക്കണോമിയുണ്ട്. കുഴപ്പം ആ പൊളിറ്റിക്കൽ എക്കണോമിയുടെയാണ്.
നമ്മുടെ ഇവിടെ ടാക്സ് പിരിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. നമ്മുടെ ഇവിടെ അങ്ങനെ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്കുള്ള വെള്ളം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ കാവേരിയിലൂടെ വെള്ളം ഒഴുകണ്ടെന്ന് വയനാട് തീരുമാനിക്കുന്നൊരവസ്ഥ, നമ്മൾ ബാംഗ്ലൂരായി മാറുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താകും ഈ നാട്ടിൽ നടക്കുക? ബാംഗ്ലൂർ എവിടെ പോകും? ബാംഗ്ലൂരിൽ കഴിഞ്ഞ വർഷം കുട്ടികളെ, നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള കുട്ടികളെ നാട്ടിലേക്ക് അയച്ച സമയമുണ്ടായിരുന്നു. വെള്ളമില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലുകളൊക്കെ അടച്ചു. അപ്പം നമ്മളും അതുപോലൊരു നഗരമായി മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ പാരിസ്ഥിതിക യാഥാർത്ഥ്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ നഗരങ്ങൾ എന്ത് ചെയ്യും? തമിഴ്നാട്ടിലെ കാവേരി ഡെൽറ്റയിൽ വെള്ളമില്ലെങ്കിൽ അവിടെയുള്ള നെല്ലുൽപാദനം എങ്ങനെ നടക്കും? മാണ്ഡ്യ എങ്ങനെ വളരും? അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒഴുകി കഴിഞ്ഞാൽ കോഴിക്കോടും മലപ്പുറം ജില്ലയ്ക്ക് വെള്ളം എവിടെ നിന്ന് കിട്ടും? ചാലിയാർ പുഴയും ഒക്കെ ഇവിടെ നിന്നാണല്ലോ ഉത്ഭവിച്ച് പോകേണ്ടത്. അപ്പം നമ്മളെങ്ങനെ വളരണം എന്നുള്ളത് നമ്മുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടും നമ്മുടെ ആവശ്യങ്ങളിൽ നിന്നുകൊണ്ടുമാണ് നമ്മൾ കാണേണ്ടത്, ഒരു നഗരത്തിനെ കണ്ടുകൊണ്ടല്ല. പക്ഷേ ആ ഒരു രീതിയിൽ നമ്മുടെ മുഖ്യധാരാ ചർച്ച നടന്നതുകൊണ്ട് തന്നെ എല്ലാ കാലവും അക്കരെയാണ് പച്ച. അപ്പം ഞാൻ ഈയിടയ്ക്ക് കണ്ട ഒരു സിനിമയുടെ ഒരു വാക്യമാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. നമ്മളെപ്പോഴും പറയും ഗ്രാസ് ഇസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്, എപ്പോഴും അക്കരെയാണ് പച്ച എന്ന് പറയും. പക്ഷെ ഗ്രാസ് ഇസ് ഗ്രീനർ വേർ യു വാട്ടർ ഇറ്റ് എന്നുള്ളത്. നമ്മൾ എവിടെയാണോ പുല്ലിന് വെള്ളം കൊടുക്കുന്നത് അവിടെയാണ് പച്ച. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഇവിടുത്തെ പച്ചപ്പും നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പും കാണിക്കാനായിട്ട് നമുക്ക് പറ്റാത്തതിൻ്റെ ഫെയിലിയർ കൊണ്ടാണ് വലിയൊരു സമൂഹം ഇന്ന് പുറത്തേക്ക് പോകുന്നത്. വയനാട് പോലെ നമ്മുടെ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ, നമ്മുടെ ഓരോ ഗ്രാമങ്ങളും വിഭവങ്ങൾ, മണ്ണ്, ജലം, ജൈവസമ്പത്ത് എന്ന് പറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ആ സമ്പന്നതയെ മറന്നുകൊണ്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ പുറത്താണ് നമ്മൾ നഗരങ്ങളിലേക്ക് ഓടുന്നത്. ഇന്ന് പലരും നഗരങ്ങളിൽ നിന്ന് തിരിച്ച് ഗ്രാമങ്ങളിലേക്ക് വരാൻ സ്വപ്നം കാണുന്നതും ഈ സമ്പന്നത മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കണ്ട ഏക കാരണം ഡൽഹിയിൽ ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൻ്റർ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. അത്രയ്ക്കധികം പുക വമിക്കുന്നൊരു കാലമാണ്. കുട്ടികൾക്കെല്ലാം അല്ലെങ്കിൽ ആളുകൾക്കെല്ലാം ഒരു തരത്തില്ലെങ്കിൽ വേറൊരു തരത്തിൽ ശ്വാസകോശ രോഗങ്ങളുള്ളൊരു കാര്യമാണ്. WLF എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഡൽഹിയിൽ നിന്ന് ഡൽഹി നഗരത്തിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളതിൻ്റെ പുറത്താണ് വന്നതെന്ന് പറഞ്ഞവരുമുണ്ട്. WLFന് കുറച്ച് പറയല്ലോ കേട്ടോ. പക്ഷേ നഗരങ്ങൾ അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ നഗരങ്ങളായി മാറണം എന്നാണോ നമ്മൾ കാണേണ്ട സ്വപ്നം? നമ്മുടെ വരും തലമുറകൾ കാണേണ്ട സ്വപ്നം അതാണോ? നമ്മുടെ വരും തലമുറയിൽ നമ്മൾ ജീവിക്കാൻ പറ്റാത്ത നഗരങ്ങളിലേക്കാണോ വിടേണ്ടത്? ഇതിനെല്ലാം മൂലമായുള്ള കാരണം കറൻസി എന്ന് പറയുന്നത് മണിയാണെന്നും, നമുക്ക് വേണ്ടത് നമ്മൾ വൈകിട്ട് പോകുമ്പോഴത്തേക്ക് 500 രൂപ 1000 രൂപ കീശയിലാണെന്നും, അത് മാത്രമാണ് നമ്മുടെ ജീവിതം എന്നുള്ള ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ്. ആ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റിയൊരു സ്ഥലവും ചിലപ്പോൾ വയനാടായിരിക്കും. നമ്മൾ പല സമയത്തും ഗോത്രവിഭാഗങ്ങളെ പല രീതികളിൽ കാണുന്നുണ്ട്. പക്ഷെ ഗോത്രവിഭാഗത്തിൻ്റെ ആസ്പിറേഷൻസ്, അവരുടെ യഥാർത്ഥ ഗോത്ര രീതികൾ, ഗോത്ര ജീവിതത്തിലുള്ള ആസ്പിറേഷൻസ് പലപ്പോഴും നമ്മുടെയൊക്കെ ആസ്പിറേഷൻസ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന ചൂഷണങ്ങളോ, ഈ നാട്ടിൽ നടക്കുന്ന വിഭവ നാശങ്ങളോ, ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വയനാട് മാത്രമല്ല ലോകം കാണുന്ന വിഭവനാശങ്ങളോ, ഈ കാണുന്ന ക്ലൈമറ്റ് ചേഞ്ചോ, അതിനെപ്പറ്റിയുള്ള ചർച്ചകളോ ഒന്നും നമുക്ക് വേണ്ടി വരില്ലായിരുന്നു. അപ്പം എന്തായിരിക്കണം സാമൂഹിക ആസ്പിറേഷൻസ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമ്പത്ത് കുമിച്ചു കൂട്ടുകയാണോ, സമ്പത്ത് കറൻസിയുടെ രീതിയിൽ കുമിച്ചു കൂട്ടുകയാണോ, രാജ്യമെന്ന നിലയ്ക്ക് ആ സമ്പത്തിൻ്റെ ഒരു കമ്മീഷൻ പിടിച്ചെടുത്ത് അതുവഴി രാജ്യം വികസിപ്പിക്കുകയാണോ വേണ്ടത്? അതോ നമ്മുടെ ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രകൃതി വിഭവങ്ങളെയും അതിനോടൊത്ത് ജീവിക്കുന്ന സാമൂഹിക സംവിധാനത്തിനെയും തയ്യാറാക്കുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മൾ തുടങ്ങി വയ്ക്കേണ്ട സമയമായി. എനിക്കൊന്ന് വയനാടിൻ്റെ ബോധമണ്ഡലം വളർത്താൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആ ചിന്ത തുടങ്ങി വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയും നമ്മളെന്തോ ഇൻഫീരിയർ ആണ്, അതുകൊണ്ട് നമുക്ക് പുറത്തു പോയാലേ രക്ഷയുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മുക്തമാകേണ്ട സമയമായി തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ മൈഗ്രേഷൻ്റെ കേസിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ മൈഗ്രേഷൻ്റെ പല കാരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ തേർഡ് ജനറേഷൻ മൈഗ്രേഷൻ സ്റ്റഡീസിൽ ഇപ്പോൾ തേർഡ് ജനറേഷൻ മൈഗ്രേഷനെ പറ്റി പറയുന്നുണ്ട്. തേർഡ് ജനറേഷൻ മൈഗ്രേഷനിൽ ഇപ്പം ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് അവർക്ക് ഉടൻ ഒരു ജോലിക്ക് വേണ്ടിയത് മാത്രമല്ല, അവരുടെ പിയർ പ്രഷറുണ്ട്, അവരുടെ വീടുകളിലെ പ്രഷറുണ്ട്. ഈ നാട്ടിൽ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത നമ്മൾ മുഖ്യധാരയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പം ഈവൻ ഈ ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ അങ്ങേയറ്റത്ത് നോബർട്ട് അക്കാഡമിയിലുള്ള പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കൂ, ജർമ്മനിയിൽ പോകൂ, ജീവിതം പച്ചപിടിപ്പിക്കൂ എന്നാണ്. അപ്പം അങ്ങനെ നമ്മുടെ മുഖ്യധാര ചർച്ചയായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോഴത്തേക്കും ചെറുകിട ടൗണുകളിൽ പോലും വലിയ കട്ടൗട്ടുകൾ വന്നിരിക്കുന്നത് ജർമ്മൻ പഠിക്കൂ എന്നാണ്.
എന്തുകൊണ്ടാണ് ജർമ്മൻ പഠിക്കാനായിട്ട് നമ്മൾ ചെറുപ്പക്കാരെ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതികളുള്ള ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും സോഷ്യൽ ആസ്പിറേഷൻ, റൂറൽ ആസ്പിറേഷൻ, ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ഈ വിഷയം തന്നെയാണ് റൂറൽ ഡെവലപ്മെന്റ് തുടക്കത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരുപാട് ലെയേഴ്സും മാനങ്ങളുള്ള ഒരു വിഷയമാണെന്നും ഇതിന് ഇത്രയും വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് അഫയേഴ്സ് ആയിട്ട് നിലനിർത്തുന്നതിന്റെ ക്രക്സ് അത് പറയുമ്പോൾ തന്നെയും നമുക്ക് നിലവിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഇപ്പം ഇതിനോട് ചേർത്ത് തന്നെ പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ എന്റർപ്രൈസസ് ഇതിനുള്ള മറുപടി എവിടെയാണ്? സോഷ്യൽ എന്റർപ്രൈസസ് ഇപ്പം ഈ ട്രിപ്പിൾ ബോട്ടം ലൈൻ മോഡൽസ് അല്ലെ, ഇപ്പം പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് തന്നെ വിളിക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള എൻറ്റിറ്റീസ് ആണ്. ഇതിനുള്ള ഒരു പരിധി വരെയുള്ള ആൻസർ ഇത്തരത്തിലുള്ള ബോധമണ്ഡലം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള മറ്റു ഉത്തരവാദിത്വം കൂടി നടക്കുന്നിടത്തോളം കാലം. ഇനി ഈ സോഷ്യൽ എന്റർപ്രൈസസ് ബിൽഡ് ചെയ്യുന്ന ഒരു രീതികളിലേക്ക് നമ്മൾ വന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പലതും ഫൗണ്ടർ ഡ്രിവൺ മോഡൽസ് ആണ്, അല്ലെങ്കിൽ പാഷൻ ഡ്രിവൺ മോഡൽസ് ആണ്. ഇപ്പം ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞ എത്രത്തോളം ഇവയൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഇതിന് ആ ഒരു ഇതിന്റെ പേർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ചോദ്യത്തിന്റെ ഒരു വൺ ഓഫ് ദ റീസൺസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഫൗണ്ടർ ഡ്രിവൺ മോഡലോ അല്ലെങ്കിൽ ഒരു പാഷൻ ഡ്രിവൺ മോഡലോ എന്നതാണ്. ചേട്ടൻ പറഞ്ഞു തുടങ്ങിയിരുന്നു 2017 ഞങ്ങൾ ഉറവിലേക്ക് വരുന്ന സമയത്ത് ഒരു തകർച്ചയുടെ വക്കിൽ, നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഉറവിനെ അറിയുന്നവർക്ക് അറിയാം, കേരളത്തിലെ ആദ്യകാല സാമൂഹിക സംരംഭങ്ങളിലൊന്നാണ്, 96 സ്ഥാപിതമായിട്ടുള്ളതാണ്. പക്ഷെ 21 വർഷത്തിന് ശേഷം ആ മോഡലിന്റെ റിലവൻസ് നഷ്ടപ്പെട്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ റിലവൻസ് ഉള്ള ഒരു കാലഘട്ടത്തിൽ ബാംബൂലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ കോൺടെക്സ്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഗ്രീൻ എക്കണോമി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺവെർസേഷൻ പോയിന്റ് ആവുന്ന കാലഘട്ടത്തിൽ റിലവൻസ് നഷ്ടപ്പെട്ട് ഒരു ക്ലോസ് ഡൗൺ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്താണ് ഞങ്ങൾ അതിലേക്ക് എടുത്തു ചാടുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഞങ്ങൾക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു സംവിധാനമാവരുത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, സിസ്റ്റം ആയിരിക്കണം. ഇനി അതിന്റെ ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതിന്റെ ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലേസസ് ഗ്രോ വെർ ടാലന്റ് ഗ്രോസ് അല്ലെ. എവിടെയാണോ ടാലന്റ് ഉള്ളത്, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ടാലന്റിന്റെ ഇപ്പം ഇമീഡിയറ്റ് ആയിട്ടുള്ള നമ്മളൊരു അബ്സോർപ്ഷനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടാലന്റ് എവിടെയാണുള്ളത് ആ സ്പേസുകളാണ് വളരാനായിട്ട് സാധിക്കുക. ടാലന്റിനെ അബ്സോർവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, റീറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്നെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ മാത്രമല്ല ഇവിടെ വരുന്ന IT ഫേംസ് വരുന്നുണ്ട് വയനാട്ടിൽ, ഇപ്പം നമ്മുടെ റൂറൽ സ്പേസുകളിലെ ഡോക്ടേഴ്സിന്റെ അവസ്ഥ നമുക്കറിയാം, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ആക്സസിബിലിറ്റി തുടങ്ങിയ ചോദ്യങ്ങളുടെ മുന്നിലാണ് പലപ്പോഴും നമുക്ക് സോഷ്യൽ ലൈഫ്, സോഷ്യൽ സർക്കിൾ, നേരത്തെ പറഞ്ഞ ആസ്പിറേഷൻസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബബിളിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അപ്പുറത്തേക്ക് എങ്ങനെ അത്തരത്തിലുള്ള ആവശ്യമുണ്ടോ ഒന്ന്, ഈ വിഷയത്തെ ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ജേട്ടന്റെ അനുഭവം, അതേപോലെ തന്നെ ഗോവിന്ദൻജിയുടെ അനുഭവം നമുക്ക് എനിക്ക് തോന്നുന്നു ഒന്ന് ചുരുക്കേണ്ടതുണ്ട് സമയത്ത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഉത്തരം, ഞാൻ ആ ചോദ്യം ഈ ഉത്തരത്തിനോട് ചോദിച്ചാണ്. കാരണം നമ്മുടെ സമ്പത്ത് യഥാർത്ഥത്തിൽ എന്താണ് സമ്പത്ത്? മണിയാണോ, വെൽത്താണോ, അല്ല നമ്മുടെ വിഭവങ്ങളാണോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. പക്ഷേ ഇത് നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാർക്ക് പറയാമെന്നല്ലാതെ നമ്മൾ മെജോറിറ്റി ഇപ്പോൾ എക്കണോമിക്, സോഷ്യൽ, റൂറൽ പോപ്പുലേഷൻ ഈ ലാംഗ്വേജിൽ സംസാരിച്ചാൽ നമ്മൾ എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. കാരണം കാരണം ഞാൻ എന്തുകൊണ്ടാണ് സോഷ്യൽ എന്റർപ്രൈസസ് മുന്നോട്ട് പോകാതെ പലതും സ്റ്റഡി എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ പല സമയത്തായി ഖാദി ബോർഡ് മുതൽ, ഗവൺമെൻറ് സെക്ടറിലെ ഖാദി ബോർഡ് മുതൽ, കൊയർ സെക്ടർ മുതൽ, ദിനേശ് ബീഡി മുതൽ, ഇതൊക്കെ സോഷ്യൽ എന്റർപ്രൈസ് ആയിരുന്നു, റൂറൽ എക്കണോമിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. അതിലേക്ക് ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കുക. ഗവൺമെൻറ് സപ്പോർട്ട് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പോട്ടെ, നമ്മൾ സോഷ്യൽ എന്റർപ്രൈസ് പോട്ടെ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് പോലും എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാജേഷ് പറഞ്ഞാൽ ഞാൻ 100%, എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ 100% യോജിക്കുകയാണ്. നമ്മുടെ സമ്പത്ത് വൈകിട്ട് 500 രൂപ പോക്കറ്റിലാക്കലല്ല, നല്ല വായുവും നല്ല വെള്ളവും നല്ല ഭക്ഷണവും എന്നൊക്കെയാണ്. പക്ഷേ ഇത് നമ്മുടെ പോപ്പുലേഷനിൽ റൂറലായാലും അർബൻ പോട്ടെ, നമ്മളവർ വിട്ടുകളാം. റൂറൽ കാരണം ഇങ്ങനത്തെ ഡിസ്കഷൻ പോലും നടക്കാത്തതാണ് പല അർബൻ കമ്മ്യൂണിറ്റീസും. കാരണം അവിടുത്തെ ഡിസ്കഷൻ ലെവലിൽ തന്നെ വ്യത്യാസമാണ്. റൂറൽ പോപ്പുലേഷനിൽ എത്ര പേർക്ക് ഈ ഭാഷ ഇതെങ്ങനെയാണ് വേണ്ടതെന്നുള്ള മനസ്സിലാവുന്നൊരു വലിയ പ്രശ്നമാണ്. കാരണം എല്ലാവരുടെയും പ്രശ്നം വൈകിട്ട് 500 രൂപ പോക്കറ്റിലാവുക, എനിക്ക് കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടാവുക. നമ്മൾ ഈ സംരംഭങ്ങളിൽ നിന്ന് നമ്മൾ മുന്നോട്ടേക്ക് എൻ്റെ സാമ്പത്തിക സ്ഥിതി, ഞാൻ പറയുന്നത് ഇൻകം ടാക്സ് കൂട്ടുന്ന സാമ്പത്തിക സ്ഥിതി തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിലേക്ക് മാറുക എന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾക്ക് പറയാനും കേൾക്കാനും സുഖമുള്ളതും അതാണ് ശരിയും.
ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ എക്കണോമി, റൂറൽ എക്കണോമി എന്നുള്ള തരത്തിൽ, എക്കണോമി എന്നുള്ള സ്ഥാനത്തിൽ ഒറ്റ ഇൻഡിക്കേറ്ററേ ഉള്ളൂ ഇന്നത്തെ സമൂഹത്തിൽ. അവസ്ഥ സാമ്പത്തികമായ നല്ല അവസ്ഥ, അതാണ് സാധാരണക്കാരൻ മനുഷ്യൻ ബാക്കിയൊന്നും നോക്കാറില്ല. ആരും നല്ല വെള്ളം കുടിച്ച് ഉണ്ടാവും ഇപ്പോഴും, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ 100% ആൾക്കാരല്ല പറയുന്നത്. ഒരു തരത്തിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, ഇപ്പം മൈഗ്രേഷൻ ഈ റൂറൽ എക്കണോമിയുടെ ഡിസ്കഷനിൽ ഏറ്റവും വലിയ പോയിൻ്റാണ്. കാരണം റൂറൽ ഇൻഡസ്ട്രീസിനെ യൂട്ടിലൈസ് ചെയ്യുക, റൂറൽ എക്കണോമിയെ സ്ട്രെങ്തൻ ചെയ്യുക, മൈഗ്രേഷനെ പ്രിവെൻറ്റ് ചെയ്യുക. അത് കേരളത്തിലെ എക്കണോമി മൈഗ്രേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം സത്യം പറഞ്ഞാൽ കേരളത്തിൽ എക്കണോമിക്കൽ വേറെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, കേരള വിഷനെ പോലും സ്ഥാപനം 4ാമത്തെ ഇന്ത്യയിലത്തെ 3ാമത്തെ അല്ല 5ാമത്തെ ഓർഗനൈസേഷൻ നിൽക്കുമ്പോൾ എത്ര പേര് കേരളത്തിലെ എത്ര എഡ്യൂക്കേറ്റഡായ പോപ്പുലേഷൻ ഇന്ത്യ വിഷനിലേക്ക് ഒരു ജോബ് സീക്കറായി വരുന്നുണ്ടെന്നുള്ള ആലോചിക്കണം. നമ്മൾ നേരെ പോവുക TCSിലേക്കായിരിക്കും. TCSൻ്റെ സാലറി ഞാൻ പറഞ്ഞുതരാം. TCSന് ബോംബെ പോയിട്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ടോ നോർമൽ ലെവലിൽ ഒരു കുട്ടിക്ക് ജീവിക്കേണ്ട സാലറി കിട്ടാത്ത അവസ്ഥയിൽ 30,000-ഉം 25,000-ഉം കൊടുക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങളിൽ ലോവർ ലെവലിലെ സ്റ്റാഫിന് ചെറിയ പല തെറ്റായ കുറേ ധാരണകളുണ്ട്. നമ്മൾ എപ്പോഴും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലത്തെ സാലറി സ്ട്രക്ചറൊക്കെ ഏറ്റവും കൂടുതൽ സാലറി 1.5 കോടി എന്നൊക്കെ പറയാം. IITയിൽ 1.5 കോടി, NITയിൽ 50 ലക്ഷം, മറ്റേത് 10 ലക്ഷം എന്നൊക്കെ പറയാം. അതിന് പുറമെ 2 ലക്ഷത്തിനും ജോലിയില്ലാത്ത 1.5 ലക്ഷത്തിനും വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണ കൈത്തൊഴിലുകളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സമ്പാദിക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിലൊരു ദിവസം ബംഗാളിൽ നിന്ന് ഒരു ബംഗാളി, അയാൾ ബ്രദേഴ്സ് 2 പേര് വന്നു. അവർ ബംഗാളിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാം. അപ്പോൾ എന്നോട്, ഞാൻ ഇൻകം ടാക്സിലാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, സാറേ ഈ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? അപ്പോൾ എനിക്കിത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമായി. കാരണം ഇങ്ങനെ ഞാൻ ഇൻകം ടാക്സിന് ചോദ്യത്തിനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു ആവറേജ് ഒരു 6 ലക്ഷം 7 ലക്ഷം ഒരു ഇയർലി ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇൻകം ടാക്സിലൂടെ ആലോചിക്കുന്നുണ്ട്. ഇദ്ദേഹം എൻ്റെ മനസ്സിൽ മാസത്തിൽ 20,000 രൂപ 30,000 രൂപ ഉണ്ടാക്കുന്ന ആളാണ്. എന്താണ് ഇൻകം ടാക്സ് ചോദിക്കുന്നതിലെ ചോദ്യം വന്നു. ചേട്ടാ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു വരുന്നത് വീണ്ടും, അതായത് നമ്മുടെ ആസ്പിറേഷൻസ്, അവസരങ്ങളില്ലാത്തതല്ല വിഷയം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നിർത്താം. അപ്പോൾ അവര് പോലും അവർ ഒരു മാസം 30,000 രൂപ 40,000 രൂപ ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. 30,000 ആണ് അയാളുടേത് മാസ വരുമാനം. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വിഷയം ഇല്ലാതായിരിക്കണമെന്നില്ല. ഒരു മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ റൂറൽ എക്കണോമി എന്ന് പറഞ്ഞാൽ റൂറൽ അവിടുത്തെ ഇത് വളരെ സാമ്പത്തിക സ്ഥിരതയോടുകൂടി ജീവിക്കാനുള്ള ബാക്കിയെല്ലാം ഇന്നലെ ഏതോ ഡിസ്കഷനിൽ ഇന്നലെ പറഞ്ഞിരുന്നു. നമ്മുടെ മരങ്ങളും കാടുകളും പ്രകൃതിയും പുഴയും കണ്ടിട്ടല്ല നമ്മുടെ കുട്ടികൾ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുക. എന്നിട്ടും ഈ ഒരു മാനസികാവസ്ഥ എങ്ങനെ മാറ്റുമെന്ന് എനിക്കറിയാം. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മളിത് കാണുന്നത്. ശ്രീ ഗോവിന്ദൻ, അങ്ങയുടെ അനുഭവം ഇതുമായിട്ട് പറഞ്ഞു. വ്യത്യസ്ത അഭിപ്രായം എനിക്കുള്ളത്, ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഈ ഇന്ത്യയിലെ GDP ഉയരുന്നതാണ് നമ്മളെപ്പോഴും നോക്കി നിൽക്കുക. യഥാർത്ഥത്തിൽ GDP ഉയർന്ന ഇന്ത്യയാണ് റൂറൽ പോവർട്ടിയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം. നമ്മൾക്ക് ഒപ്പം കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ റൂറൽ പോവർട്ടി ഉണ്ടാകുന്നതിൻ്റെ കാരണം റൂറൽ പോവർട്ടി ഇല്ലാത്ത ഉയർന്ന GDP ഉണ്ടാവുകയും ഉയർന്ന റൂറൽ എൻറിച്ച്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥലങ്ങളെ കമ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസാണ് റൂറൽ പോവർട്ടി ഏറ്റവും കുറഞ്ഞ റിച്ചായിട്ടുള്ള സ്ഥലം. അതേസമയത്ത് ആ രാജ്യങ്ങളെല്ലാം തന്നെ GDPയിലും വളരെ ഉയർന്നതാണ്. അവരുപയോഗിക്കുന്ന മാർഗരേഖകൾ പരിശോധിച്ചാൽ മതി. അവർ റൂറൽ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ നടത്തുക. സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? റൂറൽ കണക്ടിവിറ്റി ഉണ്ടാക്കുക, റൂറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. റൂറൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കുക, റെഗുലേഷൻ ഉണ്ടാക്കുക, ഇതായിരിക്കണം സർക്കാരിൻ്റെ ആവശ്യം. നമുക്ക് ആളുകളെ എങ്ങനെ എംപവർ ചെയ്യാം എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണിത്. ഇത് കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റുകൾ വർക്ക് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്. ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും നെതർലാൻഡ് ആയാലും അവിടെയൊക്കെ ഈ കേരള വിഷൻ്റെ മോഡലുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്കൊരു IIT ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടിയപ്പോൾ അവരൊരു 100 കണക്കിന് സാമ്പിളുകളാണ് ഈ യൂറോപ്യൻ കൺട്രീസിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് മോഡലുകൾക്ക്
ഈ അധിനിവേശ കോർപ്പറേറ്റുകളെ നിഷ്പ്രയാസം നേരിടാൻ കഴിയുന്ന കേരള വിഷൻ്റെ ഉദാഹരണം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിലെ സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പോലും വയനാട്ടിലെ വിഭവങ്ങളുടെ ദാരിദ്ര്യമല്ല, ഈ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു മോഡലില്ലാത്തതാണ് വിഷയം. അതിനാവശ്യമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടോ വയനാട്ടിൽ? ആവശ്യമായിട്ടുള്ള റൂറൽ സൗകര്യങ്ങളുണ്ടോ? നോക്കൂ, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള വിഷൻ. അപ്പോൾ ഇൻ്റർനെറ്റ് കൊടുക്കുന്ന കേരള വിഷൻ ഇന്ത്യയിലെ എത്രാമത്തെ സ്ഥാനത്താണെന്നറിയാമോ? 6ാമത്തെ സ്ഥാനത്താണ്. 5ാമത്തെ സ്ഥാനത്ത് കേബിൾ ടി വിയും 6ാമത്തെ സ്ഥാനത്ത് ഇൻ്റർനെറ്റും. ഞങ്ങളുടെ തൊട്ട് മുമ്പുള്ള 0.1, 0.2 ഒക്കെ ലക്ഷം കണക്ഷനുള്ള കമ്പനികളാണ് 1-2 പേര് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത 1-2 വർഷങ്ങൾക്ക് മറികടക്കും. അപ്പോൾ ഈ 12 ലക്ഷം ഉപഭോക്താക്കൾ കേരള വിഷനുണ്ട്. സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ജിയോ ആണ് ഇന്ത്യയിലെ 50% മാർക്കറ്റ് ഷെയർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിൽ അവർ നൽകുന്നത്. ഈ ജിയോയ്ക്ക് കേരളത്തിൽ 15% ഉള്ളൂ. കാരണം കേരള വിഷൻ്റെ സാന്നിധ്യം ഇത്തരം ആളുകളെ ഇത്തരം കമ്പനികളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ, പിന്നെ റൂറൽ ട്രെയിനിങ് സംവിധാനങ്ങൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഗവൺമെൻറ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും തൊഴിലുണ്ടാകും. ഈ മൈഗ്രേഷന് വേണ്ടി ആളുകൾ പോകേണ്ട സാഹചര്യമേ ഉണ്ടാവില്ല. ഇതാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ ഈ കൺസോൾട്ടഡ് ആയിട്ടുള്ള ഈ കോപ്പറേറ്റീവ് മോഡൽ എങ്ങനെയാണെന്നുള്ളതാണ് പ്രധാനം. അത് മാനസികമായിട്ട് കുറേ മാറണം. എൻ്റെ സ്ഥാപനം 5000 മനുഷ്യർ, 5000 പക്കാ കച്ചവടക്കാരെയാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സർസൈസ് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. അതിനുപയോഗിക്കുന്ന വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൂളുകളുണ്ട്, മാനേജ്മെൻറ്റ് പദ്ധതികളുണ്ട്. അവരെ മാനേജ് ചെയ്യാൻ, അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ, അവരുടെ ഡെത്ത് ബെനിഫിറ്റുകൾ, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ഇങ്ങനെയാണ് ആ കൂട്ടായ്മ നിലനിൽക്കുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ എൻഗേജ് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇത് ഗവൺമെൻറ് ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരള വിഷൻ ചെയ്തിട്ടുണ്ട്, അവരെ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ആരും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും അവർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ വയനാട് ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു എക്കോളജി ലാബ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു റൂറൽ എക്കണോമിയുടെ ഒരു ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾസിലൊന്ന് നമുക്ക് ഒരു പഠനവിധേയമാക്കാൻ പറ്റുന്ന, ഒരു മാതൃകയാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കണോമി എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അതൊരു സാധ്യതയുള്ള ഒരു എക്കണോമിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ എത്ര സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 2 ചോദ്യമാണത്. ഒന്ന്, നമ്മുടെ സ്ലൈഡിന് ശേഷം ഇപ്പം നമുക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം വളരെ ഡോമിനൻ്റ് ആയി കേൾക്കുന്ന 2 നറേറ്റീവ്സ് ഉണ്ട്. ഒന്ന്, വയനാട് ടൂറിസം അല്ലാതെ മറ്റൊന്നുമില്ല, ടൂറിസം തകർന്നാൽ വയനാട് തകർന്നു. നമ്മൾ ചായക്കടക്കാരോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്ന എല്ലാ പോയിന്റ്സിലും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ടൂറിസം തകർന്നതോടുകൂടി നമുക്ക് ജീവനോപാധി ഇല്ലാതാവുന്നു എന്ന് ഒരു സൈഡിലൂടെ നമ്മൾ കേൾക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ വയനാട് പോലെയുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സെൻസിറ്റീവ് സ്പേസുകളെ തകർക്കുന്നതിന് ടൂറിസത്തിന്റെ റിസോർട്ട് മാഫിയ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നു. അപ്പം ചോദ്യം 1, നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന 2 കോമ്പറ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിന് നടുക്ക് സത്യം എവിടെ ഞാൻ ചോദിക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് ടൂറിസത്തിനപ്പുറത്തേക്ക് വയനാടിന് എന്തൊക്കെയാണ് സാധ്യതകൾ? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2025 നമ്മൾ നിൽക്കുന്നത്. നമുക്ക് 2035 പറ്റി സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു പരിധിവരെ നമ്മുടെ അവസാനത്തെ ചോദ്യമായിരിക്കും, കാരണം സമയത്തിന്റെ പരിമിതികളുണ്ട്. അവസാനത്തെ ചോദ്യമായിരിക്കും. രണ്ടാമത്തെ ചോദ്യം 2035 കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആസ്പിറേഷൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചു, നമ്മൾ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനെ പറ്റി സംസാരിച്ചു, കോപ്പറേറ്റ് എന്ന് പറയുന്ന മോഡലിനെ പറ്റി സംസാരിച്ചു. ഇതിനെയൊക്കെ അധികരിച്ചുകൊണ്ട് 2035 കേന്ദ്രീകരിച്ചുകൊണ്ട് വയനാടിനെ ഒരു സുസ്ഥിര ഗ്രാമീണ വികസന മാതൃക എന്നുള്ള നിലയിൽ നമുക്ക് വളർത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ അവസരങ്ങളുണ്ടോ? 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ടൂറിസത്തിന് പുറത്ത് വയനാടിന്റെ സാധ്യതകൾ എന്താണ്? റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടോ? 2, 2035 കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് വയനാടിനെ ഒരു സുസ്ഥിര വികസന ഗ്രാമീണ മാതൃക എന്നുള്ള നിലയിൽ വളർത്തിയെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിമിതികൾ എന്താണ്? അതിനുള്ള അവസരങ്ങൾ എന്താണ്? രാജേഷിൽ നിന്ന് തുടങ്ങാം, ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പോവാം. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ എനിക്ക് ടോണി പറഞ്ഞ ആ ഒരു ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് സ്ലൈഡിന് ശേഷമുള്ള ടൂറിസം പ്രൊമോഷനും ലാൻഡ് സ്ലൈഡിന് മുമ്പുള്ള ടൂറിസം പ്രൊമോഷനും ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര അഗ്രസീവായിട്ട് വയനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വന്ന് കണ്ടുപോകാനുള്ള ഒരു സ്ഥലം മാത്രമാണെന്നും ഇവിടുത്തെ ജനജീവിതം അതിനുവേണ്ടി മാത്രമുള്ളതാണെന്നും ഉള്ളൊരു
ഒരു കാഴ്ച ബംഗ്ലാവ് ആറ്റിറ്റ്യൂഡിലേക്ക് വയനാടിനെ കൊണ്ടുവരുന്ന ഒരു അഗ്രസീവ് ടൂറിസം പ്രൊമോഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് മറക്കുന്ന കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കുറച്ച് കണക്കുകൾ. 67,000 ഹെക്ടർ കോഫി പ്ലാന്റേഷനുള്ളൊരു പ്രദേശമായത്. നെല്ലിൻ്റെ കണക്കാണെങ്കിലും നേരത്തെ പറഞ്ഞുകൊണ്ട് ഒരു 7,000 ഹെക്ടറോളം നെൽകൃഷിയുള്ളൊരു പ്രദേശമാണ്. 14,000 ഹെക്ടർ ബനാന കൃഷിയുള്ള പ്രദേശമാണ്. 12,000 ഹെക്ടർ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യുന്നതാണ്. അടയ്ക്കയുണ്ട്. ഈ പറഞ്ഞ 67,000 ഹെക്ടർ തേയിലയുണ്ട്. ഈ പറഞ്ഞ 67,000 ഹെക്ടറിലൊക്കെ മിക്ക ഇടങ്ങളിലും ഇപ്പോഴും പ്ലാവും മാവുമാണ് അതിലെ മെയിൻ ഷെയ്ഡ് ക്രോപ്സ്. വെറും കോടികളല്ല, ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു പ്രദേശമാണിത്. എനിക്ക് സത്യം പറഞ്ഞ അത്ഭുതം തോന്നി സാർ, അതിൻ്റെ ടാക്സ് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇത്ര കുറവാണോ ഈ പ്രദേശം? നമ്മുടെ ഒരു സാധ്യത കൂടിയുണ്ട്, കൃഷിക്ക് ടാക്സ് ഇല്ല അല്ലേ? അല്ല, പക്ഷെ പ്ലാന്റേഷൻസിനുണ്ടല്ലോ, പ്ലാന്റേഷൻസിൽ ഇതിൽ വരേണ്ടതാണ്. ചിലപ്പം അതിൻ്റെ മെയിൻ ഓഫീസസ് ഇവിടെ അല്ലാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലായതുകൊണ്ടും അതിൻ്റെ ടാക്സ് വരുന്ന വഴികൾ വേറെ ആകുന്നത് കൊണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഇക്കണോമിയെ നമ്മൾ എങ്ങനെ മറക്കുന്നു എന്നുള്ളതാണ്. ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ടൂറിസം സ്പോട്ടല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പോലും ഇല്ലാണ്ടാവുന്നു. ഇപ്പം വഴിയിലെ ചായക്കടക്കാരനും ഹോട്ടലുകാരനും ഓട്ടോക്കാരനും ഒക്കെ ഇത് പറയാൻ കാരണം അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇരുത്തിയൊരു 10 മിനിറ്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറും. ഞാനും ഇതേ ചർച്ചകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണെന്നും കൗതുകം കൊണ്ട് ഇത് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരാളായതുകൊണ്ടും 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മാറും. ആദ്യത്തെ 10 മിനിറ്റിൽ അവർ ഞാൻ ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ആവശ്യമായിട്ട് ഇടുക്കി വരെ പോകേണ്ടതുണ്ടായി. അപ്പോൾ ഇടുക്കി പോകാനായിട്ട് അവിടെ പോകുന്ന വഴിക്കും ടാക്സിക്കാരൻ പറഞ്ഞത് ഇതേ കഥ. മുണ്ടക്കൈ ചൂരൽമല ലാൻഡ് സ്ലൈഡ് കാരണം ഇടുക്കിയിലേക്ക് ടൂറിസം കുറഞ്ഞു. അപ്പം അതെ, അപ്പോൾ കേരളത്തിലേക്ക് മൊത്തം ടൂറിസ്റ്റുകൾ വരുന്നു പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ എക്കണോമി ഭയങ്കര അവതാളത്തിലാണ് എന്നുള്ളൊരു ഇതിലേക്കാണ് നമ്മളെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അത് സത്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത്രയും വലിയ മറ്റൊരു എക്കണോമി നമുക്കിവിടെ നിലനിൽക്കുമ്പോൾ എത്രയാണ് ടൂറിസത്തിൻ്റെ ഷെയർ GDPയുടെ? ഇവിടുത്തെ ടൂറിസം ഓപ്പറേറ്റേഴ്സിൻ്റെ അസോസിയേഷൻ ഏതൊരു മീഡിയ കോൺഫറൻസിൽ 24% കഴിഞ്ഞ വർഷത്തെ GDP ടൂറിസത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ട്. 24% ടെർഷറി സെക്ടറിൽ നിന്നാണ് വന്നത്. ആ 24% ടെർഷറി സെക്ടറിൽ ട്രാൻസ്പോർട്ട് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, ഇവിടുത്തെ മറ്റ് കച്ചവടങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത്. ടൂറിസത്തിൻ്റെ അടുത്ത് ചിലപ്പോൾ 5% താഴെയായിരിക്കും. പക്ഷേ അവർ ഇന്നത്തെ നറേഷനെ ഡൊമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണം. ആ നറേഷനിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് ബാക്കിയുള്ള ഈ 99 അവരൊരു ശതമാനം, നമ്മൾ 99% എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. ഈ 99%-ത്തിനെയും നമ്മൾ ചെയ്യുന്നത് എന്തോ കുറഞ്ഞുപോയി അതുകൊണ്ട് നമ്മളും അങ്ങോട്ട് ചിന്തിക്കണം. എന്തിനാ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലും ടൂറിസം പോലെ ഇത്രയും പ്രൊഡേറ്ററി ആയിട്ടുള്ളൊരു സെക്ടർ വേറെയില്ല. കൃഷിയിൽ ഇന്ന് കൃഷി വകുപ്പിൻ്റെ ഏത് സ്കീമിൽ പോയി സംസാരിക്കണമെങ്കിലും ഒരു പുതിയ പാക്കേജിനെ പറ്റി സംസാരിക്കണമെങ്കിൽ അവർ ചോദിക്കുന്നത് ഇതിൽ നമുക്ക് ഫാം ടൂറിസം ചേർക്കാൻ ഒക്കുമോ? ഞാൻ എന്തിന് ഫാം ടൂറിസം ചേർക്കണം? ഞാൻ എൻ്റെ കൃഷി ചെയ്ത് ഞാൻ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി രാജ്യത്തിന് നെല്ല് കൊടുക്കുന്നു, നമ്മുടെ നാട്ടിന് വെള്ളം ഉറപ്പാക്കുന്നു, നാട്ടിൽ വരുമാനം ഉണ്ടാക്കുന്നു. വരുമാനം ഞങ്ങളുടെ ക്ഷമയോടുകൂടി വീണ്ടും ഇടപെടുന്നു. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. പറഞ്ഞു നിർത്തിക്കോളാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമ്മളുണ്ടാക്കുന്ന വരുമാനവും നമ്മളുണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ഇത് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ഡൊമിനൻ്റ് ഇതിനെ ചലഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പം നമ്മളത് ചലഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നേക്കുമായിട്ട് വയനാടെന്ന യാഥാർത്ഥ്യത്തിനെ മറക്കേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. അതിന് പുറകിൽ നേരത്തെ പറഞ്ഞ ടൂറിസം മാഫിയ മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പം ഇവിടുത്തെ ടൂറിസംകാർക്ക് പേടി, ഇവിടുത്തെ ടൂറിസ്റ്റുകൾ കുറഞ്ഞു പോകുന്നുള്ളതല്ല, ലാൻഡ് വാല്യൂ കുറഞ്ഞു പോകുന്നുള്ളതും ആണെന്നുള്ളതാണ് രാജേഷ് പറഞ്ഞതിൻ്റെ ഒരു സമരം എനിക്ക് മനസ്സിലാവുന്നതാണ് പറയുന്നത്. അതായത് ടൂറിസത്തിന് പുറത്ത് കാർഷിക മേഖലയിൽ അനന്തമായ സാധ്യതകൾ വയനാട്ടിനുണ്ട് എന്നുള്ളതാണ്. അതെ, പ്രോസസ്സിംഗ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുക. ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ ഇപ്പം നിങ്ങൾ തന്നെ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഒരു കാലത്ത് പ്രോസസ്സിങ്ങിൻ്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എന്തുകൊണ്ട് സോഷ്യൽ എൻ്റർപ്രൈസസ് തോക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഇതിലുണ്ട്. സോഷ്യൽ കോൺട്രാക്റ്റിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഗോവിന്ദേട്ടൻ പറഞ്ഞൊരു വലിയ സത്യമുണ്ട്. ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മളവിടെ എലക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് ആ സോഷ്യൽ കോൺട്രാക്ട് നടപ്പിൽ വരുത്താനാണ്. അത് മറന്നു പോകുന്നതിലാണ് സോഷ്യൽ എൻ്റർപ്രൈസസ് തകരുന്നത്. സോഷ്യൽ എൻ്റർപ്രൈസസ് ഇന്ന് തുരുത്തുകളാണ്, പക്ഷേ ഒരു ദ്വീപസമൂഹം ആകാനുള്ള സാധ്യത നമുക്കിപ്പോഴും ഉണ്ട്. നമ്മൾ ചെറുതൊന്നുമല്ല, വലുതാകാനുള്ള വലിയ സാധ്യതയുള്ള ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ജയേട്ടൻ്റെ അഭിപ്രായം.
അല്ല, വയനാട്ടിൽ ടാക്സ് കളക്ഷൻ കുറയുന്നതിന് ബേസിക്കായ റീസൺ ഒന്ന് അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻകമാണ്, അത് ടാക്സബിൾ അല്ല, അതൊന്ന്. രണ്ടാമത് പല വലിയ ടൂറിസ്റ്റ് റിസോർട്ട്സ് ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സെക്ടർ മുഴുവൻ പുറമേ വയനാട്ടിൽ നിന്ന് വന്ന കുറേ കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ അവരുടെ മോണോപ്പൊളിറ്റിയുള്ള വേറെ സ്ഥാപനങ്ങളാണെന്നുള്ളതുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കാവുന്ന ഇൻഡസ്ട്രി, കാരണം ഒന്ന് പ്രത്യേകിച്ച് അഗ്രോ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ബേസ്ഡ് ആയിട്ടോ ഹാൻഡിക്രാഫ്റ്റ് ബേസ്ഡ് ആയാലും ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ സോഷ്യൽ എൻ്റർപ്രൈസ് ആയാലും മതി, വന്നു കഴിഞ്ഞാൽ അതിനെ വയനാട്ടിൽ നന്നാക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് അതിന് 2-3 ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ ഞാൻ സോഷ്യൽ എൻ്റർപ്രൈസിൽ കാണുന്ന ഒരു പ്രശ്നം ഒരു ഐഡിയോളജി മാത്രമേ ഉള്ളൂ, പ്രൊഫഷണലിസം കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ മറന്നു പോകുന്നു, അക്കൗണ്ടിങ്ങിനെ പറ്റി മറന്നു പോകുന്നു. കാരണം ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പ്രൊഫഷണലായിട്ടൊരു സാധനം മൂവ് ചെയ്യണ ബേസിക്കായിട്ട് വേണ്ട സാധനം അക്കൗണ്ടിങ് ആണ്. പല ആൾക്കാർക്കും അതിനെപ്പറ്റി ബോധമില്ല. ഇപ്പോൾ വിനോദ് കുറച്ച് മുമ്പേ പറഞ്ഞൊരു സ്റ്റോറിയുണ്ട്. പണ്ട് അദ്ദേഹം ഒരു പേപ്പർ, ഒരു മലയാളം, ഡൽഹിയിൽ വെച്ചൊരു മലയാളം പേപ്പർ പബ്ലിഷ് ചെയ്തു. 8 രൂപയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്, 10 രൂപയ്ക്ക് വിറ്റു. ഇപ്പോൾ 8 രൂപയ്ക്ക് 2 രൂപ ലാഭം നിലയിലാണ് കാണുന്നത്. ഇത് ഞാൻ ഉറവിലും കണ്ടതാണ്. ഉറവിൻ്റെ പ്രൊഡക്റ്റ് പ്രൈസ് ഇടുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൃത്യമായിട്ട് അറിയില്ല, അത് വേറെ കാര്യം ഉണ്ടായാൽ തന്നെ. കാരണം അത് പല സാധനങ്ങളും ഇവിടെ വരുന്നത് അറിയില്ല. വിലയിടുമ്പോൾ 2 രൂപ ഇടും, പക്ഷേ ഇതിന് ഡിപ്രീസിയേഷനും പുതിയ മെഷീനറി വേണം, ബാക്കി എന്തൊക്കെയോ ആംഗിൾസ് ഉണ്ട്. കാരണം സാധാരണ നിലയിൽ ആമസോൺ 40% കമ്മീഷൻ വാങ്ങുന്ന സാധനമാണ്. ഒരു സാധനം 100 രൂപക്ക് വിൽക്കുന്ന സാധനത്തിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലപ്പോൾ 12 രൂപയോ 15 രൂപയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. അപ്പോൾ അത് നിലനിൽക്കുന്ന കാലം ഈ പല സോഷ്യൽ എൻ്റർപ്രൈസിന് ഇതൊന്നും ആലോചന ഇതിനെപ്പറ്റി പ്രൊഫഷണലായിട്ടൊരു ഇതുമില്ല. സോഷ്യൽ എൻ്റർപ്രൈസിന് കൃത്യമായിട്ട് സോഷ്യൽ എൻ്റർപ്രൈസ് ആയിരിക്കാം നല്ലൊരു മോഡൽ വയനാട് സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞാൽ ഗവൺമെൻറ് എന്നുള്ളൊരു വലിയൊരു സാധനം ഉണ്ട് അവിടെ. അതിൻ്റെ എപ്പോഴും നെഗറ്റീവാണ്. വയനാട്ടിൽ എപ്പോഴും കണ്ടത് സോഷ്യൽ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ചാരിറ്റി വാങ്ങുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ നിൽക്കുന്ന ആൾക്കാരുടെ വിചാരം പോലും ഇത് എൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ എടുക്കണ്ട, നാട്ടുകാരുടെ കാശുകൊണ്ട് ഞാൻ ഇതിനെ നന്നായിക്കോളാം എന്നല്ലേ ആ തിങ്കിങ് മാറ്റിയാൽ ഇതും നമ്മുടെ എക്കണോമിക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ബിസിനസ് കൺസേൺ അംഗീകരിച്ചാൽ മതി. ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും അത് എന്ത് തരത്തിലാണെങ്കിലും ചിലപ്പം ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മാനസികമായ ചേഞ്ചും കൂടെ മെൻ്റൽ ഇതിൻ്റെ ആ ഒരു ചേഞ്ചും കൂടെ ഉണ്ടാവേണ്ടിയിരിക്കും, തിങ്കിങ്ങിലെ ചേഞ്ചും ഉണ്ടാവേണ്ടിയിരിക്കാം. അത് സോഷ്യൽ എൻ്റർപ്രൈസ് വയനാട് നല്ലൊരു മോഡലാണ്. അത് പ്രൊഫഷണലൈസ് ചെയ്യണം, അതൊരു ബിസിനസ് മോഡലായി കാണണം, കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ കുറേയൊക്കെ മുന്നോട്ട് പോകാം. പക്ഷേ അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് നല്ല സ്കോപ്പുള്ള സാധനമാണ് വയനാട്. ഇതിന് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസോ അതിനുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സോ വരണം. അതിന് ഗവൺമെൻറ് വലിയൊരു ഫാക്ടറാണ്, അതും ഇൻവോൾവ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഗോവിന്ദൻജി, അങ്ങയുടെ ഞാൻ ഇതിനോട് പല കാര്യങ്ങളും യോജിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്നോവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ വരുന്ന എപ്പോഴാണ്? പുതിയ യങ് ജനറേഷനിലാണ്. യങ് ജനറേഷൻ അഗ്രികൾച്ചർ മേഖലയിൽ വരുന്നില്ല. അഗ്രികൾച്ചർ മേഖല വരാതിരിക്കുന്ന അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നോക്ക്, ഞാൻ 50 വർഷം മുമ്പ് 55 വർഷം മുമ്പ് ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് ചെറുതായിട്ടൊന്ന് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് ടൂറിസത്തിന് പുറത്ത് വയനാട് എന്ത് സാധ്യതകളുണ്ടെന്ന്. മനസ്സിലായി. അതോടൊപ്പം നമുക്ക് 2035 വയനാടിനെ എങ്ങനെ കാണാൻ പറ്റും? അഗ്രികൾച്ചറാണ് വയനാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ്, ഒരു സാധ്യതയുള്ളത്. ഈ സാധ്യതയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്ന് അഗ്രികൾച്ചറിലേക്ക് വയനാട്ടിലെ ആളുകൾ വരുന്നില്ല എന്ന്, അത് പൊതുവെ എല്ലായിടത്തും വരുന്നില്ല, അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ട്. ഉള്ള സ്ഥലങ്ങൾ തന്നെ ഇന്ന് നടത്തി കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ രൂക്ഷമായ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഏത് വിളകളെടുത്താലും അത് നശിപ്പിച്ച് കളയുന്ന രീതിയിൽ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ പ്രകൃതി സ്നേഹം എന്ന് പറയുന്ന ഒരു ആരാധനയായി പ്രകൃതിയെ ആരാധിക്കുക, നമ്മളൊക്കെ മനുഷ്യനൊക്കെ അന്യവൽക്കരിക്കുക, പ്രകൃതിയെ മാത്രം സംരക്ഷിച്ച് നിർത്തിയാൽ മതി എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ബിംബാരാധന പോലെ പ്രകൃതി ആരാധന വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളെ ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള പരിസ്ഥിതിയെ സംബന്ധിച്ച്, അവിടെയുള്ള എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച്, അതെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒരു സാമാന്യ ധാരണ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ നമ്മൾ പെടില്ല. അപ്പോൾ കൃഷിയിടങ്ങൾ സംരക്ഷിക്കണമെന്ന് കൃഷിയിടങ്ങൾ സംരക്ഷിച്ചാലേ ഹ്യൂമൻ ബീയിങ് ഉണ്ടാവുള്ളൂ. ആ മനുഷ്യരെ സംരക്ഷിക്കണമെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അതായത് ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു നിലപാട് നമുക്കുണ്ടാവണം. ഇത് നമ്മൾ സെൻട്രിക് ആയിട്ടുള്ള, വന്യമൃഗങ്ങളെ സെൻട്രിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ പരിസ്ഥിതി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റൽ തിയറി വെച്ചിട്ട് നമുക്ക് കൃഷിയെപ്പറ്റി ആലോചിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ആ കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള വ്യവസായങ്ങൾക്കുള്ള സാധ്യതകൾ ഉണ്ടാവും, അത് വളരുകയും ചെയ്യും.
ഇപ്പോൾ ഒരുപാട് പ്രായമുള്ള ആളുകളുടെ അവരുടെ ഒരു ജീവിതകാലം കഴിയുന്നവരങ്ങ് ഓടും. അത് കഴിഞ്ഞാലും എന്നുള്ള കാര്യം, പിന്നെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യമൊക്കെ ഒറ്റപ്പെട്ട ചില ആളുകൾ, പുറമേ നിന്ന് റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊക്കെ വരുന്നത് വലിയ ഗ്രൂപ്പ് ഫാമിങ്ങിന് വേണ്ടിയിട്ടാവും. ഒരുപാട് സ്ഥലങ്ങൾ പല സ്ഥലത്ത് ഒന്നിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൃഷിക്കാരല്ല, അവരൊരു റിയൽ എസ്റ്റേറ്റ് അത് വിൽക്കുക മറിച്ച് വിൽക്കുക എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഗെയിമിന് വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് മാറി യഥാർത്ഥത്തിൽ കൃഷിയോട് താല്പര്യമുള്ള, കൃഷിയെ അവരുടെ ഉപജീവന മാർഗമായി കാണുന്ന, അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഇന്നോവേറ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ടാകും. അതിന് ഞാൻ പറഞ്ഞതുപോലെ ഗവൺമെൻറ് റെഗുലേഷൻ വേണം. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും റെഗുലേഷനുകൾ വേണം. ഈ ഗ്രീൻ ട്രിബ്യൂണലൊക്കെ പോലുള്ള അവർ പോലും പഠിക്കണം എന്താണ് ഈ സമൂഹത്തിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് പോലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 50 വർഷം മുമ്പ് നടന്നു പോയിരുന്ന വഴികളിൽ കിലോമീറ്റർ കണക്കിന് 10-15 കിലോമീറ്റർ നടന്ന വഴികളിൽ 100 മീറ്റർ പോലും എനിക്ക് നടക്കാൻ പറ്റില്ല. അവിടെയൊക്കെ മൃഗങ്ങളുണ്ടോന്ന് പേടിയാ, ഏത് സമയമാണ് പന്നി ആക്രമിക്കുക എന്ന് ഭയമാണ്. അത്ര ഭീകരമാണ് വയനാട്ടിലെ സ്ഥിതി. തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ 1 മണിക്കൂറിനിടയിൽ കിട്ടിയ ഏറ്റവും കൂടുതൽ കുറിപ്പുകൾ ഇതാണ്. എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള 4ാമത്തെ കുറിപ്പ് വരുന്നതിന് മുമ്പ് തീർക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ചർച്ച തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ചർച്ച ഇവിടെ ആ നോട്ടിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ നമുക്കത് ടേക്കപ്പ് ചെയ്യാം. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ബിഫോർ വി ആക്ച്വലി കൺക്ലൂഡ് ദ സെഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യം എടുക്കാം. അതർവൈസ് വിൽ കൺക്ലൂഡ് ദ സെഷൻ നൗ. അവസാനം പറഞ്ഞല്ലോ 100 മീറ്റർ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. തെറ്റായ ധാരണയാണ്. ദൃശ്യമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതൊരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ കൃഷിക്കാരാണ്, കൃഷി ജീവിക്കുന്നവരാണ്, ശല്യങ്ങളുണ്ട്. പക്ഷെ വയനാട് നിങ്ങൾ കാണുന്നത് പോലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ദിവസവും കൃഷിയും മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കൊല്ലപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. മൊത്തം കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കി ഇന്ത്യയിൽ വെച്ചാൽ വയനാട്ടിൽ കുറവായിരിക്കും. ഞാൻ തിക്തവാൻ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് സാറാ പറഞ്ഞ യോജിക്കാത്തതല്ല. ഞങ്ങൾ 1 കോടി ഉറുപ്പിക തരാൻ ഞങ്ങൾക്ക് വായു നിങ്ങൾ തരുമോ? ഞങ്ങൾക്ക് വെള്ളം തരുമോ? തരാൻ കഴിയുമോ നിങ്ങൾക്ക്? അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് തുടക്കത്തിൽ ഇതിന്റെ ആരംഭമായിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതായത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് നറേറ്റീവ്സ്. വയനാടിൻ്റെ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉറവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെയ്തിട്ടില്ലെങ്കിൽ മുമ്പോട്ട് പോവില്ല. ഞാൻ ചെയ്യുന്ന ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇപ്പം മുഖ്യമായൊരു സാധനങ്ങൾ പുറമേ നിന്ന് വരുന്നത് ഇഷ്ടപ്പെടുന്ന ന്യൂ ജനറേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മേഖലയാണ് ശരി, പുതിയ മാറ്റങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് താഴോട്ട് പോകും. സ്വർണ്ണം തീർച്ചയായിട്ടും രാജേഷ്, എനിക്ക് അറിയേണ്ടത് സോഷ്യൽ എൻ്റർപ്രൈസിൽ അത്യാവശ്യം നന്നായി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ്. എക്കണോമിക്കലി വയബിൾ ആണോ നിങ്ങളുടെ സ്ഥാപനം? തീർച്ചയായും എക്കണോമിക്കലി വയബിളാണ്. ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് സർക്കാരിന് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കർഷകന് കൊടുക്കണമെന്നാണ്. ഓരോ വട്ടവും ടാക്സബിൾ ഇൻകം കൂടുകയാണെങ്കിൽ കർഷകന്റെ വില കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സിസ്റ്റം. മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നില്ല എന്നുള്ള അനന്ത സാധ്യതകൾ. എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിക്കാറുണ്ട്, എന്താണ് സാധ്യത, നിങ്ങളൊരു ചെറിയ സ്ഥാപനമല്ലേ? മലയാളി അരി കഴിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ സ്ഥാപനം പോലുള്ള അനേകം സ്ഥാപനങ്ങൾക്കും അനന്തമായ സാധ്യതകളാണ് ഈ നാട്ടിലുള്ളത്. ഞങ്ങളുടെ ആക്ച്വലി സാർ പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഷ്യൽസ്, അക്കൗണ്ടിങ് മാത്രമല്ല, നമ്മുടെ ക്യാഷ് ഫ്ലോയും ആ ഒരു ഇതിനെ പറ്റിയുള്ള പൂർണ്ണമായ ബോധത്തോടുകൂടെ സോഷ്യൽ എൻ്റർപ്രൈസസിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കർഷകർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന കർഷകരും ഉണ്ട്. ഇല്ലാത്ത കണ്ടീഷനിൽ ഞങ്ങൾ പുറത്തേക്ക് അതിനുള്ള അറിവുകൾ തേടി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനത്തിന് വലിയൊരു ആവശ്യമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു സമൂഹത്തിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഈ ഒരു വാക്യൂമിലല്ല നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോഴത്തെ ഒരു ക്യാപിറ്റൽ സിസ്റ്റത്തിൽ ഇതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ നാളെ എനിക്കറിയാം ലുലുവോ അല്ലെങ്കിൽ വേറെ നമ്മുടെ മറ്റ് വലിയ ബിഗ് ബാസ്ക്കറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ
ഞങ്ങളെപ്പോലുള്ള 100 എണ്ണത്തിനെ ഉണ്ടാക്കും. റിലയൻസ് നാളെ നമ്മളെപ്പോലുള്ള 1000 എണ്ണത്തിനെ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ ഒരിടത്തും ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ അവർക്ക് വരുത്താനായിട്ട് പറ്റും. അവിടെയാണ് സമൂഹം തയ്യാറായി വരേണ്ട ഒരു വലിയ കാര്യം. അപ്പം ഞങ്ങൾ കർഷകരടുത്ത് സംസാരിക്കുകയും ഞങ്ങൾ കർഷകരായതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വയം സംസാരിക്കുക മാത്രമല്ല സമൂഹത്തിൻ്റെ അടുത്ത് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രക്രിയയിലും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്ന റേറ്റിന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അരി വിൽക്കാറില്ല, ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റമാണ്. അപ്പോൾ ആ വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ഒരു വലിയ ആവശ്യം ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര കളിച്ചാലും ഡീപ് പോക്കറ്റ്സ് ഉള്ളവർ ഒരു കാലത്ത് ഇതിനെയൊക്കെ കുഴിച്ചു മൂടി മേലെ എന്തെങ്കിലും സ്ഥാപിക്കും. വിത്ത് ദാറ്റ് നോട്ട് നമ്മൾ സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാനിതിൻ്റെ ഒരു ക്രക്സ് എടുത്തു കഴിഞ്ഞാൽ റൂറൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ റൂറൽ എക്കണോമി എന്നുള്ളതിനെ ഒരു സെപ്പറേറ്റ് ഡൊമൈനായിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഒരു ആശയത്തിൻ്റെ ഒരു സമ്മറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൂറൽ ആസ്പിറേഷൻസ് വേറെയാണ്, റൂറൽ എക്കണോമിയുടെ ചലഞ്ചസ് വേറെയാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമുക്കിവിടെ വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂട്ടാനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭൂട്ടാൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എയർ ആണ്, അതിൻ്റെ എയർ ക്വാളിറ്റിയാണ്. അപ്പം എന്ന് പറയുന്ന തരത്തിൽ ആ വാല്യൂവിനെ നമ്മുടെ ഇൻഫീരിയോറിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വാല്യൂ സിസ്റ്റത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരികയും റൂറൽ ആസ്പിറേഷൻ വേറെയാണെന്നുള്ളതും റൂറൽ എക്കണോമിയുടെ ഡൈനാമിക്സും അതിൻ്റെ ഇക്വേഷൻസും വേറെയാണെന്നും ഒരു ടോപ്പ് ടു ബോട്ടം മോഡൽ അപ്പുറത്തേക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് റൂറൽ എക്കണോമി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് വളരെ നന്ദി. താങ്ക് യു എവരിവൺ ഫോർ ദ പേഷ്യൻസ് ആസ് വെൽ. താങ്ക് യു.